കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CLP ലീഡറും പാർട്ടി സെക്രട്ടറിയും കൂടെ ഒരുമിച്ച് നയിക്കുന്ന ഒരു ജാഥ നിങ്ങളുടെ സ്വപ്നത്തിലെങ്കിലും ഉണ്ടോ? ശ്രീ ഗോവിന്ദനും ശ്രീ വിജയനും കൂടെ ഒരു ജാഥ നടത്തുന്നു. കേന്ദ്ര സർക്കാർ എന്ത് ചെയ്യുന്നു? അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷനാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഗവർണൻസ്. തൈക്കണ്ടിയിൽ ഫാമിലി നടത്തുന്ന ഫാമിലി ട്രസ്റ്റ് കമ്പനിയല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. എനിക്ക് എൻ്റെ സ്പേസ്, ഓരോ നേതാക്കന്മാർക്കും അവരവരുടെ സ്പേസ് ഉള്ള ഒരു പ്രസ്ഥാനമാണ്. അപ്പം ഞങ്ങളുടെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് വരുന്ന ഒരാളാണ്. തൊഴിലാളി നേതാവായി കടന്നു വന്ന ആളാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിട്ട് പട്ടികജാതിക്കാരൻ വേണ്ട. ഏതെങ്കിലും പഴയ കാലഘട്ടത്തിൽ അവർണ ഹിന്ദുക്കൾ എന്ന് പറയപ്പെട്ടിരുന്ന ആരെങ്കിലും ഉണ്ടോ? വേറെ ഏതെങ്കിലും കമ്മ്യൂണിറ്റിപ്പെട്ട ഒരാളെങ്കിലും ഉണ്ടോ? ഇപ്പോഴും നവോത്ഥാനം കടന്നു ചെല്ലാത്തൊരിടം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അല്ലേ? അല്ല, അങ്ങനെ തലമുറകൾ ശ്വാസം മുട്ടി കഴിയുന്ന ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ ഒരു അഭിപ്രായം എനിക്കില്ല. ഇപ്പം നിങ്ങൾ പറയുന്നത് ഞാൻ അംഗീകരിക്കാം. കോൺഗ്രസ്സിന് ഒരുപാട് പരിമിതികളുണ്ട്, കോൺഗ്രസ്സിന് പോരായ്മകളുണ്ട്. വാട്ട് ഈസ് യുവർ ഓൾട്ടർനേറ്റീവ്? നിങ്ങൾക്കൊരു സെക്കുലർ ഓൾട്ടർനേറ്റീവ് പറയാനുണ്ടോ? ഏതെങ്കിലും റീജിയണൽ ഓർഗനൈസേഷൻ നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ കഴിയുമോ? ഇപ്പോൾ ഇന്ത്യ മുന്നണിയായിട്ട് പോകുമ്പോൾ തന്നെ നിതീഷ് കുമാർമാരാണ് കൂടുതൽ. രാജ്യം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നു. ഇത്തവണ ഇന്ത്യ സഖ്യവും NDAയും നേർക്കുനേർ വരുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. കേരളത്തിൽ എന്തായിരിക്കും തെരഞ്ഞെടുപ്പ് ചിത്രം? കോൺഗ്രസ് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്? യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാഹുൽ മാങ്കൂട്ടം സംസാരിക്കുന്നു. 19-1 അതാണ് കഴിഞ്ഞ തവണത്തെ സീറ്റ് നില. അന്ന് കുറേ അനുകൂല സാഹചര്യങ്ങളുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം, അതേപോലെ മോദിക്കെതിരായിട്ടുള്ളൊരു ജനവിരുദ്ധ വികാരം, ശബരിമല പ്രശ്നം, അങ്ങനെ കോൺഗ്രസിന് അനുകൂലമായിട്ട് നിന്ന് നിരവധി സാഹചര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അതൊന്നുമില്ല. അപ്പം എങ്ങനെയാണ് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്? അല്ല, ഇത്തവണ ഞാൻ നോക്കുന്നത് അതിനേക്കാൾ അനുകൂലമായ സാഹചര്യമാണുള്ളത്. ഇപ്പോൾ കേന്ദ്രത്തിൽ, ഇപ്പോൾ കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും അല്ലെങ്കിൽ മഹാഭൂരിപക്ഷം ആളുകൾക്കും ഈ വർഗീയതയോടൊരു നിലപാടുണ്ട്. ഒരു 0 ടോളറൻസ് പ്രഖ്യാപിച്ചിട്ടുള്ള സ്റ്റേറ്റാണ്. അപ്പോൾ കേന്ദ്രത്തിൽ ഒരു മതേതര സർക്കാർ വരേണ്ടുന്ന ആവശ്യകതയെ പറ്റിയിട്ടുള്ള ജനങ്ങളുടെ ബോധ്യം കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ആ സാധ്യത അതിനേക്കാൾ കൂടുതലായിട്ടാണ് നിലനിൽക്കുന്നത്. പിന്നെ രാഹുൽ ഗാന്ധി ഫാക്ടർ പറഞ്ഞു. രാഹുൽ ഗാന്ധി ഒരു കീ റോളാണല്ലോ ഈ തെരഞ്ഞെടുപ്പിൽ. നരേന്ദ്രമോദി വേഴ്സസ് രാഹുൽ ഗാന്ധി എന്നുള്ളതാണ് നരേറ്റീവ്. അവിടെ വരുമ്പോൾ അതർ സൈഡിൽ നരേന്ദ്രമോദി ജനങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ കൂടുതൽ അൺപോപ്പുലറും നെഗറ്റീവായി മാറുന്ന ഒരുപാട് നിയമങ്ങൾ, ഇടപെടലുകൾ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ നോട്ടത്തിൽ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കുന്നത് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണത്തതിനേക്കാൾ കൂടിയ കേന്ദ്ര സർക്കാരിന് വിരുദ്ധമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം സജീവമാണ്. അതൊരു പോസിബിലിറ്റി. 2, കേരളത്തിലേക്ക് വരുമ്പോൾ ഈ കേന്ദ്ര സർക്കാർ എന്ത് ചെയ്യുന്നു? അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷനാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഗവർണൻസ്. അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾ വളരെ അസ്വസ്ഥരാണ്. 2 സർക്കാരുകൾക്കും എതിരായിട്ടുള്ള ജനഹിതം, ജനങ്ങളുടെ തീരുമാനം അത് ഈ തെരഞ്ഞെടുപ്പിലുണ്ടാകും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നഷ്ടമായ ആലപ്പുഴയും കൂടെ ഇത്തവണ ഉറപ്പായിട്ടും ഐക്യജനാധിപത്യ മുന്നണി തിരിച്ചു പിടിച്ച് 2020 ആയിരിക്കും ഇത്തവണ ഉണ്ടാകാൻ പോകും. 2020 നിങ്ങൾ പ്രതീക്ഷ വയ്ക്കുമ്പോഴും ഇവിടെ ഒരു പ്രശ്നം, അതായത് സർക്കാരിനെതിരെ ജനങ്ങൾക്ക് ഒരു രോഷമുണ്ടാകുന്നു. പക്ഷേ അത് കൃത്യമായി ഏറ്റെടുക്കാനോ മുന്നോട്ട് കൊണ്ടുപോകാനോ ജനങ്ങളുടെ വികാരം അതിനെ പ്രകടിപ്പിക്കാനോ പറ്റുന്നതൊന്നും കോൺഗ്രസ്സിനോ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ്സിനോ ഈവൻ KSUവിന് പോലും ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു ശക്തമായ വിമർശനം കൂടി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ്. അപ്പം ഈ ഒരു പ്രതീക്ഷ 2020 ശരി, അതിലേക്ക് എങ്ങനെ എത്തും? അല്ല, പോസിറ്റീവ് ക്രിറ്റിസിസത്തെ ഞാൻ അത് വളരെ വെൽക്കം ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഞങ്ങൾ പരിപൂർണരാണെന്നുള്ളൊരു തെറ്റിദ്ധാരണയുമുള്ള ഒരാളല്ല ഞാൻ. അതിന് ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള കാരണമാണ്, അത് ആവർത്തിക്കുകയാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ സർക്കാരുകൾ അവർ ചെയ്യുന്നതിനേക്കാൾ കൊള്ളരുതായ്മകളുടെ ഇൻറ്റൻസിറ്റിയിൽ സൂപ്പർ ആക്റ്റീവായിട്ടുള്ള കൊള്ളരുതായ്മകൾ ചെയ്യുന്നൊരു സർക്കാരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സൂപ്പർ ആക്റ്റീവായിട്ടുള്ള പ്രതിപക്ഷത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, കാക്ഷിക്കുന്നുണ്ട്. അതിനകത്ത് അവരെ തെറ്റു പറയാൻ കഴിയില്ല. പക്ഷേ പ്രതിപക്ഷത്തിനെതിരായിട്ട് ബോധപൂർവമായൊരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. ആ ക്യാമ്പയിൻ ആരാ ലീഡ് ചെയ്യുന്നത്? ചില മാധ്യമങ്ങൾ. ആ മാധ്യമങ്ങളുടെ മാധ്യമ സ്ഥാപനങ്ങളുടെ നിലപാടാണെന്ന് ഞാൻ പറയുന്നില്ല. ചില മാധ്യമപ്രവർത്തകർ, ഇതേ മാധ്യമപ്രവർത്തകർ തന്നെയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വിജയന് വേണ്ടിയിട്ടുള്ള വലിയ തോതിലുള്ള ക്യാമ്പയിൻ നടത്തിയിട്ടുള്ള ആളുകൾ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ആളുകളാണ് ഇപ്പോൾ ഒന്ന് മാറി നിന്നിട്ട് ഞങ്ങൾ ഇച്ചിരി പ്രതിപക്ഷമായേക്കാമെന്ന് പറഞ്ഞിട്ട് പ്രതിപക്ഷത്തിന് നേർക്ക് തിരിയുന്നത്. അതൊരു സേഫ്റ്റി വാൽവാണ്. ചില മാധ്യമപ്രവർത്തകരുടെ, മാധ്യമ സ്ഥാപനങ്ങളുടെ ബോധപൂർവമായ അജണ്ടയാണ്. ഇപ്പം ജനങ്ങളിലേക്ക് നമ്മൾ പെർസെപ്ഷൻസ് കൂടി കൊടുക്കുകയാണ്. ജനങ്ങൾക്ക് സ്വാഭാവികമായ ഫീലിങ്സ് ഉണ്ട്, ചില പെർസെപ്ഷൻസ് ബിൽഡ് ചെയ്യുന്നുണ്ട്. ആ പെർസെപ്ഷൻസ് ബിൽഡ് ചെയ്യുന്നതിനകത്ത് ചില മാധ്യമ സ്ഥാപനങ്ങൾ, കൃത്യമായി പറയാം, 1-2 മാധ്യമ സ്ഥാപനങ്ങൾ
ഒന്നിലേറെ മാധ്യമ പ്രവർത്തകർ ബോധപൂർവമായി അതിനു വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് സേഫ്റ്റി വാൽവ് PR ആണ്. മുഖ്യമന്ത്രി ശ്രീ വിജയൻ്റെ സേഫ്റ്റി വാൽവായിട്ടാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരം വിമർശനങ്ങളെ അതിനെ അത് അർഹിക്കുന്ന വ്യക്തിയോടുകൂടി തള്ളിക്കളയുകയാണ്. അതിന് പ്രതിപക്ഷം എന്ന നിലയിൽ ഇപ്പോൾ താങ്കൾ യൂത്ത് കോൺഗ്രസിൻ്റെ കാര്യം പറഞ്ഞു. ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ എന്ന നിലയിൽ പറയട്ടെ, യൂത്ത് കോൺഗ്രസിന് ഇത്രയേറെ സമരങ്ങൾ ചെയ്യേണ്ടി വന്ന കാലഘട്ടം ഈ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലഘട്ടം അതുപോലൊരു കാലഘട്ടം മുമ്പുണ്ടായിട്ടില്ല. അത്രയേറെ സമരങ്ങൾ. ഇപ്പം നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ ദിവസമല്ലേ നിയമസഭാ മാർച്ച് നടന്നത്? എന്തായിരുന്നു വിഷയം? കേരളത്തിൽ ക്ഷേമ പെൻഷൻ വിതരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിയമസഭാ മാർച്ച്. ഈ ദിവസങ്ങളിലല്ലേ സപ്ലൈകോയിൽ അവശ്യ സാധനങ്ങളുടെ വില വർധനവിനുമായി ബന്ധപ്പെട്ടിട്ട് സമരം ചെയ്യുന്നത്? അതേ സമയത്ത് തന്നെയല്ലേ അടുത്ത ദിവസം വയനാട്ടിൽ ഞങ്ങൾ ഈ വന്യമൃഗങ്ങളുടെ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റിനെതിരായിട്ട് സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവിടുത്തെ സർക്കാർ നിസ്സംഗതയ്ക്കെതിരായിട്ട് സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കൃത്യമായ സമരങ്ങൾ ആ സമരങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ അതിനപ്പുറം അവർ കൊള്ളരുതായ്മകൾ കാണിക്കുന്നുണ്ട്. ഒന്നാലോചിച്ച് നോക്കൂ, ഒരാഴ്ചത്തെ ഗ്യാപ്പിലെ 3 പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇനിയും എത്ര വിഷയങ്ങളുണ്ട്? ഇനി ഒരുപാട് വിഷയങ്ങളുണ്ട്. ഈ സമരം നടത്തിയെന്ന് നിങ്ങൾ പറയുമ്പോൾ സമരങ്ങൾ എണ്ണി പറയാൻ സമരങ്ങളുണ്ട്, പക്ഷെ അത് എത്രത്തോളം ജനങ്ങളിലേക്ക് എത്തി, അല്ലെങ്കിൽ എന്തുകൊണ്ട് ജനങ്ങളിലേക്ക് അത്ര ആഴത്തിൽ എത്തുന്നില്ല? ഒരു സ്വയം ആത്മവിശ്വാസം വേണ്ടേ? തീർച്ചയായിട്ടും ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട്. ജനങ്ങളിലേക്ക് ഉറപ്പായിട്ടും എത്തുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും നല്ല ബോധ്യമുള്ള, അതിന് സാക്ഷ്യം പറയാൻ കഴിയുന്ന ഒരാളാണ് ഞാൻ. കാരണം ഞാനൊരു സമരവുമായി ബന്ധപ്പെട്ട് ജയിൽവാസം കഴിഞ്ഞപ്പോൾ നിങ്ങൾ ജയിലിലെ വിസിറ്റേഴ്സ് ലിസ്റ്റ് നിങ്ങൾ പരിശോധിക്കണം. അവിടെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ളവർ പാർട്ടി പ്രവർത്തകരാണോ വന്നെന്നെ കാണാൻ വന്നിട്ടുള്ള ആളുകൾ? എത്രയോ ആളുകൾ പെൻഷൻ മുടങ്ങിയ ഒരമ്മ, വട്ടിയൂർക്കാവുള്ളൊരമ്മ എന്നെ കാണാൻ വന്നിരുന്നു. അവർക്ക് എന്നെ നേരിട്ടറിയില്ല, കോൺഗ്രസ് രാഷ്ട്രീയവുമായിട്ട് ബന്ധമില്ല. അപ്പോൾ അവരെ കണക്ട് ചെയ്തുകൊണ്ടായിരിക്കുമല്ലോ ആ അമ്മ എന്നെ കാണാനായിട്ട് വന്നത്. അങ്ങനെ എത്ര ആളുകൾ, ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ, CPO റാങ്ക് ലിസ്റ്റിലുള്ള എത്രയോ ആളുകൾ എന്നെ ജയിലിൽ വന്ന് സന്ദർശിച്ചിട്ടുണ്ട്. അപ്പം ഈ സമരം നടത്തിയത് അവർക്ക് വേണ്ടിയിട്ടാണെന്നുള്ള ബോധ്യത്തിലാണല്ലോ. ഇതിനകത്തൊരു അജണ്ടയുണ്ട്. പ്രതിപക്ഷത്തെ മോശമാക്കുന്നതിനകത്ത് കൃത്യമായി പ്രവർത്തിക്കുന്ന ഒരു അജണ്ടയുണ്ട്. അതിനെയാണ് ഞാൻ പറഞ്ഞത്, ഒരു സേഫ്റ്റി വാൽവുണ്ട്. അതല്ലാതെ ജനങ്ങൾ, ഇതിൻ്റെ അവസാനം ജനങ്ങളാണല്ലോ, അവരാണ് ഇതിൻ്റെ പരമാധികാരികൾ. ജനങ്ങൾക്ക് അത്തരത്തിലുള്ള കൺസേൺസ് ഉണ്ടോ? അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നിങ്ങൾ നടത്തും. 2 പ്രമുഖ നേതാക്കളെ എടുക്കാം, VD സതീശൻ, ശ്രീ സുധാകരൻ. 2 പേരും നേതൃത്വ നിരയിലേക്ക് വരുമ്പോൾ ഒരാൾ പ്രതിപക്ഷ നേതാവായും മറ്റൊരാൾ KPCC അധ്യക്ഷനായിട്ടും വരുമ്പോൾ ഏറെ പ്രതീക്ഷയോടെയാണ് എല്ലാവരും നോക്കിയാണ്, അതായത് കേരളത്തിലെ വലിയൊരു വിഭാഗം നോക്കിക്കണ്ടിരുന്നത്. പക്ഷേ ഈ 2 വ്യക്തികൾ തമ്മിലുള്ള പടലപ്പിണക്കങ്ങളാണ് കൂടുതലായിട്ടും ജനങ്ങളിലേക്ക് എത്തിയത്. അതുകൊണ്ടുകൂടി ചോദിക്കുകയാണ്, ഇത് ശരിക്കും ഒരു സമരത്തെ നിങ്ങൾക്ക് വിജയിപ്പിച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ? കാരണം മുന്നണിയിലെ അസ്വാരസ്യങ്ങൾ, അതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ചയായ കാര്യം നിങ്ങൾ നടത്തിയ സമരങ്ങളെക്കാൾ. മുന്നണിയിൽ എന്താ സ്വാരസ്യം എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ കേരളത്തിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ പോലും വന്നിട്ടില്ല. കേരളത്തിൽ ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച മുന്നണി ഏതാണ്? ഐക്യജനാധിപത്യ മുന്നണിയല്ലേ? കോട്ടയത്ത് കേരള കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റിൽ അവർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചില്ലേ? ഇടതുപക്ഷത്തിന് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആ മുന്നണിയിലെ തർക്കം പരിഹരിക്കപ്പെട്ടിട്ടുണ്ടോ? കേരള കോൺഗ്രസിന് എത്ര സീറ്റ്? തർക്കം പരിഹരിക്കപ്പെട്ടോ? അപ്പോൾ നിങ്ങൾ ഒരു സൈഡ് മാത്രം നോക്കുന്നു. സ്വാഭാവികമാണ്, ഇപ്പോൾ പല പാർട്ടികൾ വ്യത്യസ്തമായ താല്പര്യങ്ങളും അജണ്ടകളുമുള്ള പാർട്ടികളായതുകൊണ്ടാണല്ലോ ഓരോരോ പാർട്ടികളാകുന്നത്. അതല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ചേർത്തൊറ്റ പാർട്ടിയായി മതിയല്ലോ. ഐക്യജനാധിപത്യ മുന്നണിയിലെ എല്ലാ പാർട്ടികൾക്കും ഒരേ അജണ്ടയും ഒരേ നിലപാടും ഒരേ നയവുമാണ് എല്ലാ വിഷയത്തിലുമെങ്കിൽ ഇതെല്ലാം കൂടെ ചേർത്തൊറ്റ രാഷ്ട്രീയ പാർട്ടി മതി. ഇത് പല രാഷ്ട്രീയ പാർട്ടികളാണ്. അവർക്ക് അവരുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യവും അവർക്കത് പറയാനുള്ള സ്വാധീനവും ഈ മുന്നണിക്കകത്തുണ്ട്. ഞങ്ങൾക്കൊരു വലിയേട്ട മനോഭാവമില്ല, അവരുടെ അഭിപ്രായം പറയട്ടെ. ഇനി പ്രതിപക്ഷ നേതാവും PCCയുടെ പ്രസിഡന്റും അവർ തമ്മിൽ ഭിന്നതയാണ് എന്ന് നിങ്ങൾ പറയുന്ന ദിവസം സമരാഗ്നിയിൽ ഒരുമിച്ച് അവർ യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ? ഞാൻ തിരിച്ച് ചലഞ്ച് ചെയ്യട്ടെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CLP ലീഡറും പാർട്ടി സെക്രട്ടറിയും കൂടെ ഒരുമിച്ച് നയിക്കുന്ന ഒരു ജാഥ നിങ്ങളുടെ സ്വപ്നത്തിലെങ്കിലും ഉണ്ടോ? ശ്രീ ഗോവിന്ദനും ശ്രീ വിജയനും കൂടെ ഒരു ജാഥ നടത്തുന്നു. അങ്ങനെ ശ്രീ ഗോവിന്ദനും വിജയനും ഒരു ജാഥ നടത്താൻ ശ്രീ വിജയൻ ഒരു സ്പേസ് ശ്രീ ഗോവിന്ദന് കൊടുക്കുന്നതിനെ പറ്റി നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ? ചിന്തിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു ജാഥ ഉണ്ടാകില്ല. ഐ ചലഞ്ച്. അവിടെയാണ് 2 നേതാക്കന്മാർ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ PCC പ്രസിഡന്റ് പറയുക ഇത് KPCCയുടെ ജാഥയാണ്, ഞാൻ ഒറ്റയ്ക്ക് നയിക്കാം എന്ന് പറഞ്ഞാൽ കുഴപ്പമുണ്ടോ? സംഘടനാപരമായി ശരിയല്ലേ? CLP ലീഡർ പറയല്ല, ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു യാത്ര ഞാൻ നടത്തിക്കൊള്ളാം എന്ന് പറയുമ്പോൾ ഐക്യജനാധിപത്യ മുന്നണിയുടെ ചെയർമാൻ നിലയിൽ അദ്ദേഹത്തിന് ജാഥ നടത്താൻ കഴിയില്ലേ? അത്രയും ഐക്യത്തിലാണ്. പിന്നെ എല്ലാ വിഷയത്തിലും ഇത് ഐക്യമുണ്ടെന്ന് തോന്നിപ്പിക്കാനാണെങ്കിലും അല്ല, ഐക്യമുണ്ടെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയെങ്കിലും അവരെ കൊണ്ട് ജാഥ നടത്തിക്കും. ഐക്യമുണ്ടെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയെങ്കിലും ശ്രീ വിജയനെയും ശ്രീ ഗോവിന്ദനെയും കൊണ്ട് ജാഥ നയിക്കും. അങ്ങനെ ഇതിനകത്ത് ഇപ്പം കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു മൾട്ടി നാഷണൽ കമ്പനിയല്ല. തൈക്കണ്ടിയിൽ ഫാമിലി നടത്തുന്ന ഫാമിലി ട്രസ്റ്റ് കമ്പനിയല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. എനിക്ക് എൻ്റെ സ്പേസ്, ഓരോ നേതാക്കന്മാർക്കും അവരവരുടെ സ്പേസ് ഉള്ള ഒരു പ്രസ്ഥാനമാണ്. അവരവരുടെ അഭിപ്രായങ്ങൾ പറയാം, അഭിപ്രായ ഭിന്നതകൾ പറയാം. അതിനൊക്കെ അപ്പുറം ഈ ഇത്തരം മെക്കാനിസങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ പാർട്ടി എന്ന പൊതുവികാരം മാത്രമേ ഉള്ളൂ. അത് തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ശ്രീ രാഹുൽ തന്നെ പറഞ്ഞ 2 കാര്യങ്ങൾ, ഒന്ന്
സംഘടനയിൽ സ്ഥാനാർത്ഥി നിർണ്ണയം അത് അതിവേഗം പൂർത്തിയായി. ഓരോരുത്തർക്കും അവരുടേതായ സ്പേസ് തരുന്നു. നമ്മളിതിലേക്ക് പോയാൽ എല്ലാ സിറ്റിംഗ് MP-മാരും മത്സരിക്കണം എന്നൊരു പ്രഖ്യാപനം, അതൊരു തീരുമാനം പാർട്ടി എടുക്കണം, അത് ഘടകകക്ഷികളുടേത് ഉൾപ്പെടെ. അങ്ങനെ സ്ഥിരം മുഖങ്ങളെ നിർത്തിച്ച് വിജയിപ്പിച്ചെടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കോൺഗ്രസ് പോകുന്നത് എന്തുകൊണ്ടാണ് പുതിയ ആളുകളെ, പുതിയ നേതാക്കളുണ്ട്, പുതിയ തലമുറയിലെ ആളുകളുണ്ട്, ഇതുവരെ സ്ഥാനാർത്ഥിയാവാത്തവരുണ്ട്, അങ്ങനെ ഒരു റിസ്കിന് കോൺഗ്രസ് പോകാത്ത എന്തുകൊണ്ടാണ്? കോൺഗ്രസ് അതുപോലെ എടുക്കുന്ന റിസ്ക് വേറെ ഏത് പാർട്ടിയാണ് കേരളത്തിൽ എടുത്തിട്ടുള്ള, ഏത് കാലത്ത് ഈ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ റിസ്ക് എടുത്തു? അല്ല, ഞാൻ പറയട്ടെ, ഇപ്പോൾ ഒന്ന് സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തിയായിട്ടില്ല, അത് പാർട്ടി തീരുമാനിക്കേണ്ട വിഷയമാണ്. ഇനി നിങ്ങൾ നോക്കൂ, തൊട്ട് മുമ്പ് നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പ് 52 പുതിയ മുഖങ്ങൾ, പല പ്രായത്തിലുള്ള പുതുമുഖങ്ങൾക്ക് അവസരം കൊടുത്തില്ലേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അത്ര അവസരം കൊടുക്കാൻ പറ്റിയോ? അതിനു മുമ്പുള്ള പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നോക്കൂ. ഇപ്പോൾ രമ്യ ഹരിദാസ്, VK ശ്രീകണ്ഠൻ, ശ്രീ ഹൈബി ഈഡൻ, ശ്രീ ഡീൻ കുര്യാക്കോസ്, അതടക്കം ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എടുത്തിട്ടുള്ള റിസ്ക് എന്താണ്? ആറ്റിങ്ങൽ പോലൊരു പാർലമെൻറ്റ് മണ്ഡലം പിടിക്കാനായിട്ട് റവന്യൂ മന്ത്രിയായിരുന്ന ശ്രീ അടൂർ പ്രകാശിനെ രാജിവെപ്പിച്ചിട്ട് മത്സരിപ്പിച്ചു. ആ റിസ്ക് വിജയിച്ചില്ല. ഞാൻ പൂർത്തീകരിക്കട്ടെ. കാസർഗോഡ് ആ മണ്ഡലം പിടിക്കാനായിട്ട് കൊല്ലത്തൂന്ന് രാജ്മോഹനെ തന്നെ പറഞ്ഞു വിടുകയാണ്. അതൊക്കെ റിസ്ക് അല്ലേ? അതൊക്കെ വലിയ റിസ്ക്കുകളാണ്. ചെറുപ്പക്കാരെ പ്ലേസ് ചെയ്യാൻ, വനിതകളെ പ്ലേസ് ചെയ്യാൻ, ഇതര വിഭാഗത്തിൽപ്പെട്ട ആളുകളെ പ്ലേസ് ചെയ്യാൻ എടുത്തിട്ടുള്ള എഫേർട്ട് കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും എടുത്തിട്ടില്ല. ഞങ്ങളുടെ PR വർക്ക് ചിലപ്പോൾ ഇത്തിരി മോശമായിരിക്കും, ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് സ്ഥാപിക്കാൻ. ഇപ്പം ഞങ്ങളുടെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെ പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് വരുന്ന ഒരാളാണ്, തൊഴിലാളി നേതാവായി കടന്നു വന്ന ആളാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിട്ട് പട്ടികജാതിക്കാരൻ വേണ്ട, ഏതെങ്കിലും പഴയ കാലഘട്ടത്തിൽ അവർണ ഹിന്ദുക്കൾ എന്ന് പറയപ്പെട്ടിരുന്ന ആരെങ്കിലും ഉണ്ടോ? വേറെ ഏതെങ്കിലും കമ്മ്യൂണിറ്റി പെട്ട ഒരാളെങ്കിലും ഉണ്ടോ? ഇപ്പോഴും നവോത്ഥാനം കടന്നു ചെല്ലാത്തൊരിടം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അല്ലേ? ആദ്യമായിട്ട് പോളിറ്റ് ബ്യൂറോ മെമ്പറായിട്ട് ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആൾ വെച്ചതെപ്പോഴാണ്? ഇപ്പോഴാണ്. RSS ആണല്ലോ BJP നയിക്കുന്നത്. RSSൻ്റെ രാഷ്ട്രീയ സ്വഭാവത്തിൽ, അതിൻ്റെ പ്രധാനപ്പെട്ട ചുമതലയിൽ ഏതെങ്കിലും അബ്രാഹ്മണനായ ഒരു ആളെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയും. ബാക്കിയൊക്കെ പിന്നെ അബ്രാഹ്മണനായ ഒരാളെങ്കിലും കാണിച്ചു തരാൻ കഴിയും. അപ്പോൾ ഞങ്ങൾ മല്ലികാർജുന ഖാർഗെ അതിൻ്റെ പ്രസിഡൻ്റ് ആകുന്നു, ഞങ്ങൾ തള്ളിമറിക്കുന്നില്ല. തിരിച്ച് CPM എന്താ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു മെക്കാനിസം ഞങ്ങൾക്കില്ല. ഇപ്പോൾ കേരളത്തിൽ K രാധാകൃഷ്ണൻ, വിജയനോളം സീനിയറായിട്ടുള്ള മിനിസ്റ്ററാണ് ശ്രീ രാധാകൃഷ്ണൻ. ശ്രീ രാധാകൃഷ്ണൻ ഈ മന്ത്രിസഭയിൽ വരുമ്പോൾ ശ്രീ വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. ശ്രീ രാധാകൃഷ്ണൻ കൊടുത്തിരിക്കുന്ന പോർട്ട്ഫോളിയോ ഏതാ? ദേവസ്വം ബോർഡ്. അപ്പോൾ വളരെ സീനിയറായിട്ടുള്ളൊരു മന്ത്രിക്ക് പ്രോട്ടോക്കോൾ വളരെ താഴെ ഒരു ചുമതല കൊടുത്തിരിക്കുന്നു. എന്നാൽ ശ്രീ വിജയൻ അദ്ദേഹത്തിൻ്റെ മരുമകൻ കൂടിയായ അഖിലേന്ത്യാ DYFIയുടെ മുൻ അധ്യക്ഷൻ ശ്രീ റിയാസിന് പൊതുമരാമത്ത് ടൂറിസവും പോലെ 2 പ്രധാനപ്പെട്ട വകുപ്പ് കൊടുത്തു. അതേസമയത്ത് തന്നെ രാധാകൃഷ്ണൻ കൊടുക്കുന്നില്ല. അപ്പോൾ അത്തരത്തിൽ ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഞങ്ങളിത് തള്ളിമറിക്കാറില്ല. ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോൾ എത്ര യുവാക്കൾ, എത്ര പുതുമുഖങ്ങൾ അതിനകത്തുണ്ടാവും? എന്ത് റിസ്ക് കോൺഗ്രസ് എടുക്കും? ഇപ്പോൾ ഒരാൾ ജയിക്കുന്നു എന്നുള്ളത് അയാളുടെ അയോഗ്യതയല്ലല്ലോ. ഇപ്പോൾ ഒരാൾ 6 തവണ ജയിച്ചു എന്ന് പറഞ്ഞാൽ 6 തവണ അയാൾ ജനങ്ങളെന്തോ പറ്റിച്ചതല്ലല്ലോ, ജനങ്ങൾ തിരഞ്ഞെടുത്തതാണ്. അപ്പോൾ 6 തവണ ജയിച്ചു അല്ലേ പറഞ്ഞോട്ടെ. അപ്പോൾ ജയിക്കുക എന്ന് പറയുന്ന അയോഗ്യതയല്ല. അപ്പോൾ എൻ്റെ പോയിന്റ്, തെരഞ്ഞെടുപ്പിലെ പ്രാഥമികമായിട്ടുള്ള ഫാക്ടർ അത് വിന്നബിലിറ്റിയാണ്. ആ വിന്നബിലിറ്റിക്ക് ഏത് പ്രായത്തിലുള്ള ആളുകളാണോ വേണ്ടത്? പ്രായമുള്ളൊരു മാനദണ്ഡമല്ല. ജനങ്ങൾ ജയിപ്പിക്കാൻ താല്പര്യപ്പെടുന്ന ആളുകളെ പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ എത്ര യുവാക്കൾ വന്നെന്നോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മാനദണ്ഡങ്ങളല്ല. സ്വാഭാവികമായിട്ടും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് ആഗ്രഹിക്കാം കൂടുതൽ ചെറുപ്പക്കാർ വരണം എന്ന്. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എന്ന നിലയിലുള്ള എൻ്റെ സ്വാർത്ഥമായ താല്പര്യം അല്ല, ഞാൻ പറയാം, എൻ്റെ സ്വാർത്ഥമായ താല്പര്യമാണ്. കൂടുതൽ സ്വാഭാവികമായിട്ട് ഞാൻ പ്രദാനം ചെയ്യുന്ന ഒരു കാറ്റഗറിയിൽ നിന്ന് കൂടുതൽ ആളുകൾ ഉണ്ടാവുക. ഞാൻ പറയട്ടെ, അത് എൻ്റെ ഒരു താല്പര്യം, എൻ്റെ ഒരു സ്വാർത്ഥതയാണ്. പക്ഷെ അതിനപ്പുറം ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത എന്താ? 2024 തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത 2029 ആണ്ടിൽ തെരഞ്ഞെടുപ്പ് വേണമോ വേണ്ടായോ എന്ന് രാജ്യം തീരുമാനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ അല്ല, എൻ്റെ കാറ്റഗറിയിൽപ്പെട്ട കുറേ ആളുകൾ മത്സരിക്കണം എന്ന സ്വാർത്ഥതയ്ക്ക് പ്രസക്തിയില്ല. യൂത്ത് കോൺഗ്രസ്സിന് പറയാനുള്ള ക്ലെയിം സ്വാഭാവികമായിട്ടും യൂത്ത് കോൺഗ്രസ് പാർട്ടിക്കകത്ത് പറയും. അത് സ്വാഭാവികമായിട്ടും മാതൃഭൂമിയുടെ ഒരു ചർച്ചയിൽ ഇരുന്ന് പറയണം എന്ന് വിചാരിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോഴില്ല. ഇപ്പം ആവശ്യപ്പെടുമോ ഇല്ലയോ? അതാണ് നമ്മുടെ ചോദ്യം. അത് സ്വാഭാവികമായിട്ടും അത് സംഘടനയ്ക്കകത്ത് നടക്കേണ്ടുന്ന ഒരു ചർച്ചയാണ്. ഞാൻ എല്ലാ കാലത്തും പാർട്ടിയുടെ വലിയ അച്ചടക്കമുള്ളൊരു പാർട്ടി പ്രവർത്തകനാണ്. പാർട്ടിക്കകത്ത് പറയേണ്ടുന്ന അഭിപ്രായങ്ങൾ പാർട്ടിക്ക് പുറത്തേക്ക് പറഞ്ഞിട്ട് തലവാചകമാകാൻ ഒരു കാലഘട്ടത്തിലും ശ്രമിച്ചിട്ടുള്ള ഒരാളല്ല ഞാൻ. അതിൻ്റെ സ്കൂൾ ഓഫ് പൊളിറ്റിക്സ് അല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, എനിക്ക് അഭിപ്രായങ്ങൾ പറയാനുള്ള വലിയ സ്പേസുകൾ, എത്ര വലിയ സ്പേസുകൾ സ്ഥാനാർത്ഥി ഇരിക്കട്ടെ. പക്ഷെ അപ്പോഴും ഒരാൾ, നിങ്ങൾ നേരത്തെ പറഞ്ഞു ജയിക്കുക എന്ന് പറഞ്ഞത് ഒരാളുടെ അയോഗ്യതയല്ല. ശരിയാണ്, ജയിക്കുക എന്നുള്ളത് ഒരാളുടെ 100% അത് ആ വ്യക്തിയുടെ യോഗ്യതയാണ്. പക്ഷെ അപ്പോഴും ഒരാൾ തുടർച്ചയായിട്ട് ജയിച്ചു പോകുമ്പോൾ പുതിയ തലമുറയ്ക്ക് കടന്നു വരാൻ അവസരം വേണ്ടേ? അല്ല, അങ്ങനെ തലമുറകൾ ശ്വാസം മുട്ടി കഴിയുന്ന ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ ഒരു അഭിപ്രായം എനിക്കില്ല. കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ കോൺഗ്രസിൻ്റെ യങ് ബ്ലഡുകളെ നോക്കൂ.
നിങ്ങൾ രണ്ട് പ്രസ്ഥാനങ്ങൾ തമ്മിൽ താരതമ്യപ്പെടുത്തും. ഏറ്റവും അധികം എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള യങ് ബ്ലഡുകൾ ഏത് പ്രസ്ഥാനത്തിനകത്താണുള്ളത്? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. ജനങ്ങൾക്ക് ഇഷ്ടമുള്ള, ജനങ്ങൾ അറിയുന്ന, അപ്പോൾ ജനനേതാക്കളായി, യുവജന നേതാക്കളായി കടന്നു വരുന്ന ആളുകളെല്ലാം കോൺഗ്രസിനകത്തുള്ളത്. അത് കോൺഗ്രസ് സ്പേസ് കൊടുക്കുന്നതുകൊണ്ട് തന്നെയാണ്. അല്ലാതെ ഒരാൾക്ക് ഒറ്റയ്ക്ക് ഒരു പാത വെട്ടി ഒഴുക്കി വരാനൊന്നും കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ചെറുപ്പക്കാർ എന്തോ സഫക്കേറ്റഡ് ആയിട്ട് ശ്വാസം മുട്ടി നിൽക്കുന്ന ഒരു പ്രസ്ഥാനമല്ല കോൺഗ്രസ്. വലിയ സ്പേസ്, ഞങ്ങൾക്ക് ഡിസിഷൻ മേക്കിങ്ങിനകത്ത് പോലും വലിയ തോതിലുള്ള റോളുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എല്ലാ കാലഘട്ടത്തിലും. ഇന്ത്യ മുന്നണിയും അതേപോലെ തന്നെ NDAയും നേർക്കുനേരെ വരുന്ന തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിലും കൂടുതൽ കോൺഗ്രസ് MP-മാർ ഉണ്ടാവേണ്ടത് പാർട്ടിയുടെ മൊത്തം ആവശ്യമാണ്. അതിന് ഏറ്റവും സാധ്യതയുള്ള മണ്ണ് കേരളമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടല്ലേ ഈ എല്ലാ സിറ്റിംഗ് MP-മാരും മത്സരിക്കട്ടെ എന്നൊരു തീരുമാനത്തിലേക്ക് പാർട്ടി പോയത്? അല്ല, സിറ്റിംഗ് MP-മാർ മത്സരിക്കണമോ വേണ്ടായോ എന്നുള്ളൊരു തീരുമാനത്തിലേക്കൊന്നും പാർട്ടി പോയിട്ടില്ല. അത് പാർട്ടി തീരുമാനിക്കേണ്ടുന്നൊരു നയപരമായ, ഇവിടെ ഒരു റിസ്ക് എടുത്താൽ എണ്ണം കുറഞ്ഞാൽ അത് അവിടെ ബാധിക്കുന്നൊരു നയപരമായ തീരുമാനമാണ്. പാർട്ടി എടുക്കേണ്ടുന്ന ഒരു നയപരമായ തീരുമാനം. ഇനി എല്ലാ സിറ്റിംഗ് MP-മാരെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചാലും അതിനകത്ത് തെറ്റില്ല. എല്ലാവരും നന്നായി പെർഫോം ചെയ്ത് ജനങ്ങൾക്കിടയിൽ നല്ല വിശ്വാസത നേടിയ ആളുകളാണ്. ജനങ്ങളുടെ കോൺഫിഡൻസ് അവരോടൊപ്പം ഉണ്ട്. അതിൽ തെറ്റില്ല. ഇനി മാറ്റങ്ങൾ വരുത്തണമോ, ആരെങ്കിലും മാറണമെന്ന് പറഞ്ഞിട്ടുണ്ടോ, അതെല്ലാം പാർട്ടി തീരുമാനിക്കേണ്ട വിഷയങ്ങളാണ്. പിന്നെ കേരളമെന്നല്ല, ഒരു സംസ്ഥാനത്തിനകത്തെയും ഒരു MP പോലും കുറയാതിരിക്കാൻ ഇപ്പോൾ സ്വാഭാവികമായിട്ടും പാർലമെൻറ്റിൽ ഇത്തവണ ഒരു നമ്പർ ഗെയിം ഉണ്ട്. ആ നമ്പർ ഗെയിമിൽ മാക്സിമം കോൺഗ്രസ് MP-മാർ ഉണ്ടാകണം എന്നുള്ളത് പാർട്ടിയുടെ തീരുമാനമാണ്. അതുകൊണ്ട് ഒരു തരത്തിലുള്ള റിസ്ക്, അങ്ങ് സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ നിന്നല്ല, ഈ രാജ്യത്ത് ഒരിടത്തും ഒരു തരത്തിലുമുള്ള റിസ്ക് എടുക്കാൻ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ തലമുതിർന്ന നേതാക്കന്മാർ, ജനസ്വീകാര്യതയുള്ള നേതാക്കന്മാർ മത്സരിക്കണം എന്ന് പറയുന്നത്. ഞാൻ മനസ്സിലാക്കുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മാത്രമുള്ള വിവരമാണ്. ഞാൻ ആ കപ്പാസിറ്റിയിലുള്ള ഒരാളല്ല. എങ്കിൽ പോലും വാർത്തകളിൽ നിന്ന് വരുന്നത് എന്താ? ഇപ്പം രാജസ്ഥാനിൽ നിന്ന് അശോക് ഗെഹ്ലോട്ടിനോടും സച്ചിൻ പൈലറ്റിനോടും മത്സരിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ആ തരത്തിൽ ഗൗരവം പാർട്ടി കൊടുക്കുന്നുണ്ട്. ഛത്തീസ്ഗഡിൽ നിന്ന് ഭൂപേഷ് ബാഗലിനോട് മത്സരിക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടു എന്നാണ് വാർത്തകളിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കറിയില്ല, ആ ബോഡികളിൽ ഒന്നുള്ള ആളല്ല ഞാൻ മനസ്സിലാക്കുന്ന വാർത്ത. അപ്പോൾ ആ തരത്തിൽ ഗൗരവമായിട്ട് പാർട്ടി തെരഞ്ഞെടുപ്പിന് കാണുന്നത് ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ദേശീയ തലത്തിലേക്ക് വന്നാൽ കോൺഗ്രസിൽ നിന്ന് വലിയൊരു വിഭാഗം കൂട്ടത്തോടെ BJP-യിലേക്ക് ഒപ്പുന്നു. എങ്ങനെ വിശ്വസിച്ച് ജനങ്ങൾ വോട്ട് ചെയ്യും കോൺഗ്രസിന്? കോൺഗ്രസ് അല്ലാതൊരു ബദലിനെ പറ്റി എന്ന് പറയൂ. ശരിയാണ്, ഈ ഒരു വർഗീയ പാർട്ടി, ഒരു ഫാഷിസ്റ്റ് ഓർഗനൈസേഷൻ, അതെവിടെ ആയിക്കോട്ടെ, ലോകത്തിൽ എവിടെയായാലും ഒരു ഫാഷിസ്റ്റ് ഓർഗനൈസേഷൻ വെൻ ദേ ആർ ഇൻ പവർ ഏറ്റവും വലിയ ത്രെറ്റ് ഉണ്ടാവുക ഒരു ഡെമോക്രാറ്റിക് ഓർഗനൈസേഷൻ ആയിരിക്കും. അതല്ലാതെ വേറെ ആർക്കും അത്ര കണ്ട് നഷ്ടം ഉണ്ടാവില്ല. ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പോൾ കോൺഗ്രസിനെ നശിപ്പിക്കാൻ വേണ്ടി സംഘപരിവാർ എടുക്കുന്ന എഫേർട്ടുകൾ നിങ്ങൾ കാണുന്നില്ലേ? കോൺഗ്രസിൻ്റെ ഓരോ നേതാക്കന്മാരുടെയും പിന്നാലെ കൂടി അതവരെ ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള ശ്രമങ്ങൾ, അവരെ ജയിലിലടയ്ക്കാനുള്ള ശ്രമങ്ങൾ, അവരെ അല്ലാത്ത രീതിയിൽ ഹറാസ് ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങൾ എത്ര ഉദാഹരണമാണ്. P. ചിദംബരം, DK ശിവകുമാർ, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി എന്ന് വേണ്ട പട്ടിക വളരെ വലുതല്ലേ? എന്തുകൊണ്ടായിരിക്കും സംഘപരിവാർ ഈ രാജ്യത്ത് ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളുണ്ടല്ലോ, ആ പാർട്ടികളെ ഡിസ്ട്രക്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു തീരുമാനമെടുക്കുമ്പോൾ ആദ്യം കോൺഗ്രസിനെ ഡിസ്ട്രക്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നത്? കാരണം സംഘപരിവാറിൻ്റെ ഫുൾ ഇൻറ്റൻഷനിൽ ഇന്ത്യ അക്വയർ ചെയ്യുക, ഇന്ത്യ പിടിച്ചെടുക്കുക, അല്ലെങ്കിൽ ഇന്ത്യ കോൺക്വയർ ചെയ്യുക എന്നുള്ള അജണ്ടയുടെ ഏറ്റവും വലിയ വെല്ലുവിളി കോൺഗ്രസ്സാണ്. ഇപ്പം നിങ്ങൾ പറയുന്നത് ഞാൻ അംഗീകരിക്കാം, കോൺഗ്രസ്സിന് ഒരുപാട് പരിമിതികളുണ്ട്, കോൺഗ്രസ്സിന് പോരായ്മകളുണ്ട്. വാട്ട് ഈസ് യുവർ ഓൾട്ടർനേറ്റീവ്? നിങ്ങൾക്കൊരു സെക്കുലർ ഓൾട്ടർനേറ്റീവ് പറയാനുണ്ടോ? ഏതെങ്കിലും റീജിയണൽ ഓർഗനൈസേഷനെ നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ കഴിയുമോ? ഇപ്പോൾ ഇന്ത്യ മുന്നണിയായിട്ട് പോകുമ്പോൾ തന്നെ നിതീഷ് കുമാർമാരാണ് കൂടുതൽ. ഈ രാജ്യത്ത് ആരൊക്കെ സഖ്യം ചേർന്നാലും ഒരു പാർട്ടി എന്ന നിലയിൽ, ഒരു പ്രത്യയശാസ്ത്രം എന്ന നിലയിൽ രൂപീകരിക്കപ്പെട്ട കാലം തൊട്ട് സംഘപരിവാറുമായിട്ട് കോംപ്രമൈസ് ചെയ്തിട്ടില്ലാത്ത രാഷ്ട്രീയ പ്രസ്ഥാനം കോൺഗ്രസ് അല്ലാതെ ആരാളുള്ളത്? ഞാൻ പറഞ്ഞത് അല്ലാതെ ഏതാ പാർട്ടി ഉള്ളത്? ഒരു പാർട്ടി എന്ന നിലയിൽ പ്രത്യയശാസ്ത്രം സറണ്ടർ ചെയ്തിട്ടില്ലാത്ത വേറൊരു രാഷ്ട്രീയ പാർട്ടി പറയാൻ കഴിയും? നിങ്ങൾ കോൺഗ്രസിൽ നിന്ന് നേതാക്കന്മാർ പോയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ബാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടികൾ തന്നെ പോയിട്ടില്ലേ BJP-യോട് സഖ്യം ചേരാൻ? ഇപ്പോൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സഖ്യം ചേർന്നിട്ടില്ലേ? ഗാന്ധിയെ കൊന്നവർ, ഗാന്ധി ഘാതകർ എന്ന് പേരുദോഷമുണ്ടായിരുന്ന ഒരു സംഘടന, ആ സംഘടനയ്ക്ക് പൊളിറ്റിക്കൽ ലെജിറ്റിമസി കൊടുത്തതാരാ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ? ഈ രാജ്യത്ത് സംസ്ഥാന സർക്കാരുകളിൽ, ബീഹാർ അടക്കമുള്ള സംസ്ഥാന സർക്കാരുകളിൽ BJP-ക്ക് രാഷ്ട്രീയ സംഘപരിവാറിന് രാഷ്ട്രീയ പിന്തുണ കൊടുത്തതാരാ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ? ജനസംഘവുമായിട്ട് കൂട്ടുചേർന്നതാരാ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ? LK അദ്വാനിയുമായിട്ട് വ്യാഴാഴ്ച വിരുന്നുകളിൽ അത്താഴം കഴിക്കാൻ പോയതാരാ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ? നിങ്ങൾ ഓരോരുത്തരും എടുത്തോളൂ. ഈ രാജ്യത്ത് നിതീഷ് കുമാറുമാരുടേതാകുമ്പോൾ അതിൻ്റെ ഏക ബദൽ, ഏക പ്രതീക്ഷ കോൺഗ്രസ്സാണ്. കോൺഗ്രസിൽ നിന്ന് നേതാക്കന്മാർ പോകുന്നില്ല എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അത് യാഥാർത്ഥ്യബോധമില്ലാത്ത സ്റ്റേറ്റ്മെൻറ്റാണ്. പക്ഷേ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ കോൺഗ്രസ് കോംപ്രമൈസ് ചെയ്യില്ല. അതുകൊണ്ടാണല്ലോ കൊണ്ടുപോകേണ്ടി വരുന്നത് ഇതിനകത്ത് നേതാക്കന്മാരെ. പാർട്ടിയെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നില്ലല്ലോ, ബാക്കി പാർട്ടികളല്ലേ പോകുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, എത്ര നിലപാടുകളിൽ നമ്മൾ പറഞ്ഞ വലിയ
BJP വിരുദ്ധതയുണ്ടെന്നും സംഘപരിവാർ വിരുദ്ധതയുണ്ടെന്ന് പറഞ്ഞ ആളുകൾ, പാർട്ടികൾ, ആ പാർട്ടികൾ ഏതെല്ലാം ഘട്ടങ്ങളിൽ, നിർണായകമായ എത്രയോ ഘട്ടങ്ങളിൽ സംഘപരിവാറിനോട് കോംപ്രമൈസ് ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. നിങ്ങൾക്ക് അങ്ങനൊരു വാർത്ത കോൺഗ്രസിനെ പറ്റി പറയാനുണ്ടോ? അതാണ് കോൺഗ്രസിൻ്റെ പ്രസക്തി. പിന്നെ എന്തുകൊണ്ട് ഈ കൊഴിഞ്ഞുപോക്ക് തടയാൻ പറ്റുന്നില്ല? സ്വാഭാവികമാണ്. കാരണം ഏതെല്ലാം മാർഗങ്ങളിലൂടെ ഇപ്പം അധികാരം, ഇപ്പം ജർമ്മനിയിൽ അഡോൾഫ് ഹിറ്റ്ലറിൻ്റെ ഒരു പീരീഡ് ഉണ്ടായിരുന്നു, ഒരു റെയിൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് ബാക്കി പല ജനാധിപത്യവാദികൾക്കും സോഷ്യലിസ്റ്റുകൾക്കുമൊക്കെ നിഷ്പ്രഭരാകേണ്ടി വന്നു. അത് ഫാഷിസത്തിൻ്റെ ലോകത്തിലെ, അത് ഇപ്പം ഞാൻ പറയുമ്പോൾ എന്തോ അന്താരാഷ്ട്ര കാര്യം പറയുന്ന പോലെ തോന്നും, പക്ഷേ ലോകത്തിലെ എല്ലാ സ്ഥലങ്ങളിലും നടന്നതാണ്. ഫാഷിസം അധികാരത്തിലിരിക്കുമ്പോൾ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്ക് നഷ്ടം ഉണ്ടാകും. ചില കാലഘട്ടങ്ങൾ അപ്രതിരോധ്യമായി പോയേക്കാം, പക്ഷേ ഫാഷിസം നിലനിന്നൊരു സാഹചര്യം ഇല്ല. ശരി, കോൺഗ്രസ് പക്ഷേ ഇപ്പോൾ വളരെ രീതിയിൽ ചുരുങ്ങിപ്പോകുന്നുള്ളൊരു ബോധ്യം കൂടി ഉണ്ട്. അത് കേരളത്തിൽ മാത്രം അവസാനിക്കുന്ന ഒരു പാർട്ടി ആവാതിരിക്കണം എന്നൊരു ബോധ്യം കുറഞ്ഞപക്ഷ നേതാക്കൾക്ക് വേണ്ടി. കേരളത്തിൽ മാത്രമായിട്ട് ഇപ്പം ഏറ്റവും ഒടുവിൽ നടന്ന തെരഞ്ഞെടുപ്പുകൾ നിങ്ങൾ നോക്കൂ. ഏറ്റവും ഒടുവിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ജനങ്ങൾ വോട്ട് ചെയ്തതിൻ്റെ എണ്ണത്തിൽ 5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നു. ഭരണം പോയി. 5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നു. അപ്പോൾ ഈ എല്ലാത്തിൻ്റെയും അവസാനം ഗവൺമെൻറ് മാത്രമല്ല, ജനങ്ങളുടെ വിശ്വാസം എന്ന് പറയുന്നൊരു സാധനം കൂടി ഉണ്ടല്ലോ. 5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ തെലങ്കാന ഞങ്ങൾ തിരിച്ചു പിടിച്ചു. ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന 2 സംസ്ഥാനങ്ങൾ പോയി. പക്ഷേ ഞങ്ങളും BJP നമ്മളെ വോട്ട് ഡിഫറൻസ് ആകെ 9 ലക്ഷം അല്ലേ? അത്രയും ലക്ഷം ആളുകൾ, അത്രയും കോടി ആളുകൾ ഞങ്ങളെ വിശ്വസിക്കുകയല്ലേ? അപ്പോൾ എങ്ങനെ അതൊരു കേരള പാർട്ടിയായി മാറുന്നത്? അങ്ങനെ കേരള പാർട്ടി ഒന്നും ആകില്ല. അങ്ങനെ കേരള പാർട്ടി ആകണമെന്ന് ആരെങ്കിലും ആഗ്രഹിച്ചാൽ അവർ സംഘപരിവാറിന് സോഫ്റ്റായി വഴിമരുന്നിടുകയാണ്. കാരണം ഈ രാജ്യത്ത് സംഘപരിവാറിൻ്റെ മുന്നിലുള്ള, അപ്പം ശരി, ഇപ്പം ഞാൻ ഈ രാജ്യത്തൊരു ജനാധിപത്യ വിശ്വാസിയാണ്, ഒരു കോൺഗ്രസ്സുകാരൻ എന്നതോടൊപ്പം തന്നെ കോൺഗ്രസ് പറയുന്ന ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. ഓക്കെ, അപ്പം നെക്സ്റ്റ് ഇലക്ഷനിൽ നരേന്ദ്രമോദിയും സംഘപരിവാറും മാറണം എന്നുള്ളതാണ് ഞാനും ആഗ്രഹിക്കുന്ന കാര്യം. കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രി ഉണ്ടായില്ലെങ്കിലും കുഴപ്പമില്ലെന്ന് ഞാൻ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാണ്. അല്ലെങ്കിൽ കോൺഗ്രസ് ഒരു സീറ്റ് പോലും ഇല്ലെങ്കിലും വേണ്ടില്ല, സംഘപരിവാർ രാജ്യത്ത് അധികാരത്തിൽ നിന്ന് മാറിയാൽ മതിയെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. നിങ്ങൾ പറ, ഓൾട്ടർനേറ്റീവ് അത്. കോൺഗ്രസിനെ സ്ട്രെങ്തൻ ചെയ്യാതെ, ഇന്ത്യ കോൺഗ്രസിനെ സ്ട്രെങ്തൻ ചെയ്യാതെ നിങ്ങൾ വേറെ ഓൾട്ടർനേറ്റീവ് പറയട്ടെ. ഇപ്പോൾ മമതാ ബാനർജിക്ക് രാജ്യം ഭരിക്കാനായിട്ടുള്ള നമ്പറുണ്ടോ? ലല്ലു പ്രസാദ് യാദവിൻ്റെ പാർട്ടിക്ക് രാജ്യം ഭരിക്കാനുള്ള നമ്പറുണ്ടോ? അരവിന്ദ് കെജ്രിവാളിൻ്റെ പാർട്ടിക്ക് രാജ്യം ഭരിക്കാനുള്ള നമ്പറുണ്ടോ? മായാവതിയുടെ, അഖിലേഷിൻ്റെ, സ്റ്റാലിൻ്റെ, വേറെ ആരുടെ പാർട്ടിക്കാണ് രാജ്യം ഭരിക്കാനായിട്ടുള്ള, അല്ലെങ്കിൽ രാജ്യത്തൊരു ഗവൺമെൻറ് രൂപീകരിക്കാനായിട്ട്, ബദൽ തീർക്കാനായിട്ട് കഴിയുക ആർക്കാണ്? കോൺഗ്രസിനാണ്. കോൺഗ്രസ് എങ്ങനെ ഈ നമ്പറിലേക്ക് എത്തുന്നില്ല സാഹചര്യത്തിൽ? അല്ല, കോൺഗ്രസ് നമ്പറുകളിലേക്ക് എത്താൻ കോൺഗ്രസ് എത്രയോ കോംപ്രമൈസുകൾ ചെയ്യുന്നു. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇപ്പോൾ രാഹുൽ ഗാന്ധി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്, പ്രധാനമന്ത്രിയാകാനുള്ള റേസ് അല്ല ഇത്, രാജ്യത്തെ ഫാഷിസത്തെ പരാജയപ്പെടുത്താനായിട്ടുള്ള റേസാണ്. അതൊരു വലിയ കോംപ്രമൈസിങ് സ്റ്റേറ്റ്മെൻ്റ് അല്ലേ? ഞങ്ങൾക്ക് അധികാരത്തോട് വല്ലാതെ ത്വരയൊന്നുമില്ല. ഇപ്പോൾ കോൺഗ്രസ് രൂപീകരിക്കപ്പെടുന്നത് രാജ്യം ഭരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഗാന്ധി ഉപ്പ് കുറുക്കി സമരം ചെയ്യുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളെല്ലാ കാലത്തും ഫൈറ്റ് ചെയ്തിട്ടുള്ളത്, നിങ്ങൾ ചരിത്രം പഠിക്കും, ഇന്ത്യയിൽ എല്ലാ കാലത്തും കോൺഗ്രസ് പ്രവർത്തിച്ചിട്ടുള്ളത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു എസൻസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ചിലപ്പോൾ ഞങ്ങൾക്ക് അധികാരത്തിൽ നിന്ന് കോംപ്രമൈസ് ചെയ്യേണ്ട എത്രയോ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വേണമെങ്കിൽ ഞങ്ങൾക്ക് ബ്രിട്ടീഷുകാരുടെ കൂടെ കൂടി അധികാരത്തിൻ്റെ ഭാഗമാക്കാൻ കഴിയുമായിരുന്നല്ലോ, ചെയ്തില്ലല്ലോ. ഞങ്ങൾ ഫൈറ്റ് ചെയ്തത് ഞങ്ങൾ ഫൈറ്റ് ചെയ്തത് വളരെ കോൺക്രീറ്റായി ഇന്ത്യ എന്ന എസൻസിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ അധികാരത്തിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്തൊരു പാർട്ടിയല്ല. അപ്പോൾ അതുകൊണ്ട് വി ആർ റെഡി ടു വെയിറ്റ്. ഞങ്ങൾക്ക് ഈ ഫാഷിസം തകരണം, അത് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ അജണ്ട. നിങ്ങൾ തന്നെ പറഞ്ഞു ഇവിടെ ഓൾട്ടർനേറ്റീവ് ഇല്ല, കോൺഗ്രസ് ആണ്. പക്ഷേ കോൺഗ്രസിന്റെ സ്ഥിതി എല്ലാവർക്കും അറിയാം, എല്ലാവരും കാണുന്നതാണ്. അനുദിനം ശോഷിച്ചു വരുന്നു, പ്രശ്നങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ എങ്ങനെ ഒരു ഓൾട്ടർനേറ്റീവ് ആവും? ഞങ്ങൾ അതിന് എഫർട്ട് എടുക്കുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നമ്മളിത് ചർച്ച ചെയ്യുന്ന സമയത്ത് ഭാരത് ജോഡോ ന്യായ് യാത്ര നടക്കുകയല്ലേ? രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വലിയ എഫർട്ട് എടുക്കുകയല്ലേ? ചില സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഫാഷിസം അതിൻ്റെ ഒരു സംഹാര രൂപം പൂണ്ട് നിൽക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ അപ്രതിരോധിയായി പോയേക്കാം. സർവൈവ് ചെയ്യാനുള്ള ഞങ്ങൾ ഒന്നും ചെയ്യാതിരുന്നിട്ടാണ് നഷ്ടങ്ങൾ സംഭവിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പറയാം. പക്ഷേ ഞങ്ങൾ എടുക്കേണ്ടുന്ന എല്ലാ എഫേർട്ടുകളും എടുക്കുന്നുണ്ട്. ഇപ്പോൾ കോൺഗ്രസിന് അധികാരത്തിലേക്ക് വരാൻ ഒരുപാട് കുറുക്കു വഴികളുണ്ട്. ഇപ്പം ഇന്ത്യ പോളറൈസ്ഡ് ആയിട്ട് നിൽക്കുമ്പോൾ, ഇപ്പോൾ അതിനേക്കാൾ വർഗീയത പറഞ്ഞാൽ വേണമെങ്കിൽ കോൺഗ്രസ് അധികാരത്തിലെത്താം. പക്ഷേ അതിനെ പറ്റുന്നത് കോൺഗ്രസ് അല്ല. ഇപ്പം തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴല്ലേ ബിൽക്കിസ് ബാനുവിൻ്റെ വിധി വരുന്നത്? എന്തായിരുന്നു കോൺഗ്രസിൻ്റെ നിലപാട്? ആ നിലപാടെടുത്താൽ ചിലപ്പോൾ ആ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് നഷ്ടം ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത ആളുകളാണോ? അല്ലല്ലോ. ഇപ്പം അയോധ്യയിലെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചടങ്ങുകൾ, ആ ചടങ്ങുകളെ പൊളിറ്റിക്കലൈസ് ചെയ്യുമ്പോൾ കോൺഗ്രസിനെ ക്ഷണിക്കുന്നുണ്ട്. അത് രാജ്യവ്യാപകമായി കോൺഗ്രസിന് ആ നിലപാടെടുത്താൽ നഷ്ടങ്ങൾ ഉണ്ടാകില്ല എന്ന് കരുതിയിട്ടാണോ? അല്ല, കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്നൊരു നിലപാടുണ്ട്. കോൺഗ്രസ് കോംപ്രമൈസ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സംഘപരിവാറിനോട് അധികാരത്തിന് വേണ്ടിയിട്ട് കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറല്ലാത്ത പാർട്ടിയാണ് കോൺഗ്രസ്.
അതുകൊണ്ടാണ് ഞങ്ങൾക്ക് നഷ്ടങ്ങൾ ഉണ്ടാകുന്നത്. അതിൻ്റെ പേരിലുണ്ടാകുന്ന നഷ്ടങ്ങളെല്ലാം സഹിക്കാൻ തയ്യാറായിട്ട് തന്നെയാണ് ഞങ്ങൾ കോൺഗ്രസ് ആയിട്ട് നിൽക്കുന്നത്. മോദിക്ക് മുന്നോട്ട് വെക്കാൻ ഒരു മോദി ഗ്യാരണ്ടി ഉണ്ട് ഈ ഇലക്ഷനിൽ ഡിഫീറ്റ് ചെയ്യാൻ വരുന്ന സമയത്ത്. കോൺഗ്രസ് എന്ത് പറയും? മോദിയുടെ ഗ്യാരണ്ടി ഈ നാട്ടിൽ ആര് വിശ്വസിച്ചാലും മലയാളികൾ വിശ്വസിക്കാൻ പാടുണ്ടോ? കാരണം നമ്മൾ കുറേ കൂടെ രാഷ്ട്രീയ ബോധ്യമുള്ള ആളല്ലേ. ശരി, കോൺഗ്രസ് എന്ത് ബദൽ വെക്കും? ഞങ്ങൾ ന്യായ് ബദൽ വെച്ചിട്ടുണ്ടല്ലോ, ന്യായ് ബദൽ ഉണ്ടല്ലോ. ഞങ്ങൾ വെറുതെ ബദൽ വെക്കുകയല്ലല്ലോ. ഞങ്ങൾ ബദൽ വെച്ച സംസ്ഥാനങ്ങൾ അധികാരത്തിൽ വന്നപ്പോൾ ഞങ്ങൾ നടപ്പാക്കിയില്ലേ. ഇപ്പം ന്യായ് ബദൽ കർണാടകയിൽ വെച്ചു. കർണാടകയിൽ എല്ലാ മാസവും സ്ത്രീകൾക്ക് 2500 രൂപ വീതം മാസം അവരുടെ അക്കൗണ്ടിലെത്തുന്ന പെൻഷൻ ബെനിഫിഷ്യറി സ്കീം ഉറപ്പുവരുത്തിയില്ലേ. എല്ലാ വീടുകളിലും 110 യൂണിറ്റ് വൈദ്യുതി, 210 യൂണിറ്റ് വൈദ്യുതി സൗജന്യമായി കൊടുക്കുന്നില്ലേ. പൊതുഗതാഗതം സൗജന്യമാക്കി കൊടുത്തില്ലേ. സ്ത്രീകളുടെ വിദ്യാഭ്യാസം സൗജന്യമാക്കി കൊടുത്തില്ലേ. ഞങ്ങൾ വാഗ്ദാനം പറഞ്ഞങ്ങ് പോവുകയല്ല, ആ വാഗ്ദാനങ്ങൾ ഞങ്ങൾ നടപ്പാക്കുന്നുണ്ട്. ഞങ്ങളുടെ ബദൽ ന്യായമാണ്. ഇനി വാട്ട് ഈസ് മോദീസ് ഗ്യാരണ്ടി? നമ്മളോട് എന്തെല്ലാമാണ് പറഞ്ഞത്? പോട്ടെ, ചെറുപ്പക്കാരാണല്ലോ, ഞാനും താങ്കളും എല്ലാം ചെറുപ്പക്കാരാണ്. വർഷം 2 കോടി തൊഴിലവസരങ്ങൾ, 10 വർഷമാകുമ്പോൾ എത്രയായി? 20 കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കണ്ടേ? 2 ലക്ഷം തൊഴിലവസരങ്ങളെങ്കിലും സൃഷ്ടിച്ചു. BSNL അവസാനമായി ജോലി കിട്ടിയെന്ന് പറഞ്ഞ് താങ്കളെ അറിയിച്ച ഒരു സുഹൃത്തിൻ്റെ പേര് പറയാം. താങ്കളുടെ പരിചയത്തിൽ, വിപുലമായ പരിചയത്തിൽ BSNL ജോലി കിട്ടിയെന്ന് പറഞ്ഞ ഒരാളെങ്കിലും? ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തൊഴിൽദാതാവായിരുന്ന ഇന്ത്യൻ റെയിൽവേയിൽ തൊഴിൽ കിട്ടിയെന്ന് പറയുന്ന എത്ര പേരെ നമുക്ക് ഈ അടുത്ത കാലഘട്ടത്തിൽ അറിയാം? അപ്പോൾ മോദി ഗ്യാരണ്ടി എംപ്ലോയ്മെൻറ്റിൽ പാലിച്ചോ? രാജ്യം 37 വർഷത്തെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ നിരക്കിലല്ലേ എപ്പോഴും നിൽക്കുന്നത്? 1. 2, എന്താണ് മോദി ഗ്യാരണ്ടിയുടെ രണ്ടാമത്തെ അഡ്വാൻറ്റേജ്? നമ്മുടെ ഡെമോക്രാറ്റിക് ഇൻഡെക്സ്, ലോകത്തെ ജനാധിപത്യങ്ങളെയും ഇലക്ട്രൽ ഗവൺമെൻറ്റുകളെയും എല്ലാം വിലയിരുത്തുന്ന അന്താരാഷ്ട്ര സമിതി പറഞ്ഞത് എന്താ? ഇന്ത്യയിൽ ഒരു ഇലക്ട്രൽ ഓട്ടോക്രസിയാണ് നിലനിൽക്കുന്നത്. അതല്ലേ അവസ്ഥ? ഡെമോക്രസി ഇൻഡെക്സിൽ 180 മുകളിലല്ലേ ഇന്ത്യയുടെ റാങ്ക്? വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? വേൾഡ് ഹങ്കർ റേറ്റിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? അപ്പോൾ എവിടെയാണ് മോദി ഗ്യാരണ്ടി? ഇനി എല്ലാം പോട്ടെ, BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ വരെ വിചാരിച്ചിരുന്നൊരു കാര്യമുണ്ടല്ലോ, മോദി അധികാരത്തിൽ വന്ന 15 ലക്ഷം രൂപ സ്വന്തം അക്കൗണ്ടിൽ വരുമെന്ന്. കിട്ടിയോ? 15 ലക്ഷം രൂപ അക്കൗണ്ടിൽ വന്ന ഏതെങ്കിലും ഇന്ത്യക്കാരൻ ജയ്ഷായ് അല്ലാതെ, ഏതെങ്കിലും ഇന്ത്യക്കാരൻ അദാനി അല്ലാതെ, ഏതെങ്കിലും ഒരു ഇന്ത്യക്കാരൻ അംബാനി അല്ലാതെ ഉണ്ടോ? ഇല്ല. അപ്പം അത്തരത്തിൽ മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നതിനേക്കാൾ മോദീസ് ഗിമ്മിക്ക് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ശരിയാകും. അപ്പോൾ അത്തരത്തിൽ ഞങ്ങൾ പറയുന്നത് നടപ്പാക്കാൻ വേണ്ടിയിട്ടും മോദി പറയുന്നത് വോട്ടിന് വേണ്ടിയിട്ടും ആ വ്യത്യാസമുണ്ട്. ഇതെങ്ങനെ നിങ്ങൾ ജനങ്ങളിൽ എത്തിക്കും? നിങ്ങൾ നേരത്തെ പറഞ്ഞു നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. മോദി ഗ്യാരണ്ടി കേരളം വിശ്വസിക്കേണ്ട, പക്ഷെ അത് വിശ്വസിക്കുന്ന വലിയൊരു ബഹുഭൂരിപക്ഷ ആളുകൾ പുറത്തുണ്ട്. അല്ല, ഞങ്ങളുടെ പരിമിതികൾ ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ചില ഘട്ടങ്ങളിൽ നമ്മൾ അപ്രതിരോധരായി പോയേക്കാം. പോയി കഴിഞ്ഞാലും വി ആർ കണ്ടിന്യൂയിങ് ദ ഫൈറ്റ്. അല്ല, കീഴടങ്ങലല്ല, വി ആർ കണ്ടിന്യൂയിങ് ദ ഫൈറ്റ്. ഞങ്ങൾ കീഴടങ്ങി നിർത്തിയില്ലല്ലോ. കീഴടങ്ങി നിർത്തിയെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര പോലൊരു യാത്രയുമായിട്ട് പല സംസ്ഥാനങ്ങളിലും കയറാൻ പാടില്ല എന്ന് പറഞ്ഞ് ഗവൺമെൻറ്റുകൾ അവിടെ നിൽക്കുമ്പോൾ ഒരു മനുഷ്യൻ മഴ നനഞ്ഞ് വെയിലുകൊണ്ട് മഞ്ഞുകൊണ്ട് നടക്കുകയല്ലേ. ആ യാത്രയ്ക്കപ്പുറം നടന്ന തെരഞ്ഞെടുപ്പുകളുടെ ഫലമോ? ഞാൻ ഭാരത് ജോഡോ യാത്ര നടക്കുമ്പോൾ തന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്, ഇത് തെരഞ്ഞെടുപ്പ് യാത്രയല്ല. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് ഞങ്ങൾക്കുണ്ടെന്നേ. കുറുക്കുവഴികളില്ലാത്ത പാർട്ടിയാണോ? കോൺഗ്രസിന് അറിയില്ലേ കുറുക്കുവഴികൾ? ഈ രാജ്യത്ത് ഇത്രയും കാലം അധികാരത്തിൽ നിന്ന പാർട്ടിയല്ലേ? ഞങ്ങൾക്കറിയില്ലേ അതൊക്കെ ചെയ്യാനായിട്ട്? ചെയ്തിട്ടുണ്ടോ? ചെയ്ത കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. കുറുക്കുവഴി ഇപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ബേസിക് എസൻസിൽ നിന്ന് മാറി, ഇന്ത്യ എന്ന് പറയുന്ന എസൻസിൽ നിന്ന് മാറിയിട്ട് നമ്മൾ നേടുന്ന ജയം എങ്ങനെയാണ് കോൺഗ്രസിൻ്റെ ജയമാവുക? ആ നേടുന്ന ജയം എങ്ങനെ ഇന്ത്യയുടെ ജയമാവുക? അപ്പം അതുകൊണ്ട് ഞങ്ങളുടെ ഫണ്ടമെൻ്റൽസിൽ ഞങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടുള്ള വിജയങ്ങൾ മതി ഞങ്ങൾക്ക്. അത് സറണ്ടർ അല്ല, അത് ഞങ്ങളുടെ ഫണ്ടമെൻ്റൽസിനോടുള്ള ഞങ്ങളുടെ ഒരു എന്താ പറയുക കമ്മിറ്റ്മെൻറ്റാണ്. ഞങ്ങളുടെ ഒരു ലെഗസി ഉണ്ടല്ലോ, ഗാന്ധിയുടെ, നെഹ്റുവിൻ്റെ, കലാമിൻ്റെ, ആസാദിൻ്റെ ലെഗസി ഉണ്ടല്ലോ. ആ ലെഗസിയുടെ പിന്നാലെയാണ് ഞങ്ങൾ പോകുന്നത്. ആ ലെഗസിയിൽ കോംപ്രമൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. രാഹുൽ ഗാന്ധി കഴിഞ്ഞ വർഷം വയനാട്ടിൽ വരുന്നു, മത്സരിക്കുന്നു, വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നു. അതിൻ്റെ ഫാക്ടർ കേരളത്തിൽ മുഴുവൻ ഉണ്ടാകുന്നു. പക്ഷേ ഇപ്പോൾ രാഹുൽ ഗാന്ധി MP ആളുകൾ നോക്കിക്കാണുന്നത് ഇന്നും പറയുണ്ടായി വിനോദസഞ്ചാരിയെ പോലെ വന്നു പോകുന്നൊരു MP ആണെന്ന്. ഞാൻ ചോദ്യം കണ്ടിട്ട്, അപ്പം വയനാട് പോലെ ഇതുപോലെ ഒരു സംഘർഷം ഉണ്ടാവുന്ന ഒരു സമയത്ത്, അങ്ങനെ ഒരു സ്ഥലത്ത് അവിടെ ഉണ്ടായിരിക്കേണ്ട ആളല്ലേ MP? അല്ലെങ്കിൽ ആ സമയത്ത് അവർക്കൊപ്പം നിൽക്കാൻ പറ്റേണ്ടുന്ന ഒരാളല്ലേ MP? ഈ 2 മരണങ്ങൾ ഈ അടുത്തിടെ നടന്നു. അതിൽ ആദ്യത്തെ മരണം നടക്കുന്ന സമയത്ത് MP എപ്പോൾ വരും എന്നൊരു ചോദ്യം ഉണ്ടായി. അന്ന് MP ന്യായയാത്രയിലാണെന്ന് പറഞ്ഞു, ഉടനെ വരുമെന്ന് പറഞ്ഞു. പിന്നീട് MP എവിടെ ഒരു ക്യാമ്പയിൻ വരികയും അതിനുശേഷമാണ് ഇപ്പം വയനാട്ടിലേക്ക് വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത്. അപ്പം അങ്ങനെ ഒരു MP ആളുകൾക്ക് എത്രത്തോളം പ്രതീക്ഷിക്കാൻ പറ്റും? MP എന്ന് പറയുന്നത് ഒരു മെമ്പറാണ്, ഒരു പാർലമെൻറ്റിലെ മെമ്പറാണ്. അയാളൊരു അധികാരത്തിൻ്റെ പരിപൂർണതയിൽ ഇരിക്കുന്ന ഒരു മിനിസ്റ്റർ അല്ല. മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ്, വയനാട്ടിലെ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ്
അന്താരാഷ്ട്ര പ്രശ്നമാണോ, ദേശീയ പ്രശ്നമാണോ? അത് പ്രശ്നമല്ലേ? പറയട്ടെ, ഞാൻ പൂർത്തീകരിക്കട്ടെ. അന്താരാഷ്ട്ര തലത്തിൽ പരിഹരിക്കേണ്ടുന്നൊരു പ്രശ്നമാണോ, ദേശീയ തലത്തിൽ പരിഹരിക്കേണ്ടുന്നൊരു പ്രശ്നമാണോ? അത് പരിഹരിക്കേണ്ടത് എവിടെയാണ്? സംസ്ഥാന തലത്തിൽ പരിഹരിക്കേണ്ടത് പറയട്ടെ, പരിപൂർണമായി സംസ്ഥാനത്തിൻ്റെ അധികാര പരിധിയിൽ നിൽക്കുന്ന വിഷയമല്ലേ? എന്താ കേരളത്തിൻ്റെ വനം മന്ത്രി പറഞ്ഞത്? ഞാൻ അവിടെ പോകുന്ന വലിയ കാര്യമൊന്നുമില്ല. എന്താ വിജയൻ പോകാത്ത വയനാട്ടിലേക്ക്? വിജയന് പോകാൻ ഇതുവരെ സമയം കിട്ടിയോ? മുഖാമുഖം കാണുന്നുണ്ടല്ലോ PR വർക്കിന് വേണ്ടിയിട്ട്. ഈ വിഷമം അനുഭവിക്കുന്ന ആരെങ്കിലും മുഖാമുഖം വിജയനൊന്നും കണ്ടോ? രാഹുൽ ഗാന്ധിയെപ്പോലെ ദേശീയ നേതാവ്. ഒന്ന് രാഹുൽ ഗാന്ധിയെയും പിന്നെ AM ആരിഫിനെയും നമ്മൾ ഒരേപോലെയല്ലോ പരിഗണിക്കേണ്ടത്. രണ്ടുപേരും പാർലമെന്റ് മെമ്പറാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാൻ പറയട്ടെ, രാഹുൽ ഗാന്ധിക്ക് വയനാട് ജനത കൊടുത്തിട്ടുള്ളൊരു സ്റ്റേച്ചർ ഉണ്ടല്ലോ. എന്നാൽ രാഹുൽ ഗാന്ധി ജയിക്കുന്ന പോലെ രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് മത്സരിച്ചത് രണ്ടുപേരും മലയാളികളല്ലേ, മലയാളം സംസാരിക്കുന്നവരല്ലേ? എന്നിട്ട് ഒന്നുകൊണ്ടാണ് വയനാട്ടുകാർ രാഹുൽ ഗാന്ധി വോട്ട് ചെയ്തത്? അത് രാഹുൽ ഗാന്ധി ആയതുകൊണ്ടാണ് അല്ലേ? രാജീവ് ചന്ദ്രശേഖരന് തിരുവനന്തപുരത്ത് മത്സരിക്കാൻ ആത്മവിശ്വാസം ഇല്ല. നരേന്ദ്രമോദിക്കുണ്ടോ തിരുവനന്തപുരത്ത് മത്സരിക്കാനുള്ള ആത്മവിശ്വാസം? ഉണ്ടോ? നിർമ്മല സീതാരാമനുണ്ടോ? ഇല്ല. രാഹുൽ ഗാന്ധിക്കുണ്ട്. അത് രാഹുൽ ഗാന്ധിയിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന കാര്യം ആ തലത്തിലുള്ള കാര്യമാണ്. ആ തരത്തിലുള്ള ഇൻ്റർഫിയറൻസ് ആണ് ചെയ്യുന്നത്. അത് അയാൾ ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഭാരത് ജോഡോ ന്യായ യാത്രയായിട്ട് AK ശശീന്ദ്രന് പോകാൻ കഴിയൂ? എന്നാൽ പോകട്ടെ, രാഹുൽ ഗാന്ധി ഇവിടെ വന്നിട്ട് നിൽക്കാം, AK ശശീന്ദ്രൻ പോകട്ടെ. ഇപ്പം കോഴിക്കോട് നോർത്തിൽ ഇവിടുത്തെ MLA നിൽക്കുന്ന പോലെ ധർമ്മടത്ത് പിണറായി വിജയൻ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്യാമ്പയിൻ ചെയ്തിട്ട് കാര്യമുണ്ടോ? കാരണം അത് പിണറായി വിജയനാണ്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അയാൾ സ്റ്റേറ്റിലൊരു പ്രധാനപ്പെട്ട നേതാവാണ്. ആ സ്റ്റേച്ചറാണ് അദ്ദേഹത്തിന്. VS അച്യുതാനന്ദൻ മലമ്പുഴയിലായിരുന്നു ഫുൾ ടൈം. അപ്പോൾ ഞാൻ പറഞ്ഞത് അതൊരു സ്റ്റേച്ചറാണ്. ആ സ്റ്റേച്ചറുള്ള നേതാക്കന്മാരാണ്. രാഹുൽ ഗാന്ധി അതിനേക്കാളൊക്കെ എത്രയോ ടോളാണ്. അതായത് പിണറായി വിജയൻ്റെ നേതാവായ സീതാറാം യെച്ചൂരിയേക്കാൾ ടോളായിട്ട് നിൽക്കുന്ന ആളാണ് രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധിയുടെ ഡെയിലി പ്രസൻസ് വയനാട്ടിലെ ജനങ്ങൾ പോലും വിചാരിക്കുന്നില്ല. അവർ വോട്ട് ചെയ്യുമ്പോൾ അവർ വിചാരിച്ചു എല്ലാ ദിവസവും രാഹുൽ ഗാന്ധി ഇവിടെ വന്നിരിക്കും. രാഹുൽ ഗാന്ധി MP എന്ന നിലയിൽ ചെയ്യേണ്ടുന്ന ഏതെങ്കിലും കാര്യങ്ങൾ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ പറ. രാത്രിയാത്ര പ്രശ്നത്തിൽ എന്തുകൊണ്ട് ഇടപെടലുണ്ടായി? രാത്രിയാത്ര പ്രശ്നത്തിനകത്ത് കർണാടകത്തിൽ കോൺഗ്രസ് അത് രണ്ട് സ്റ്റേറ്റുകളെ ബാധിക്കുന്ന വിഷയം സ്റ്റേറ്റുകൾ മാത്രമായി പരിഹരിക്കുന്ന വിഷയമാണോ? ഇന്ത്യൻ ഫെഡറൽ സിസ്റ്റത്തിൽ ആണോ? അല്ല. അത് നാഷണൽ ഇൻട്രസ്റ്റ് വിഷയമാണ്. രാഹുൽ ഗാന്ധിയുടെ ഇടപെടലില്ലേ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യമേ പറഞ്ഞു, രാഹുൽ ഗാന്ധി തീരുമാനങ്ങൾ എടുക്കുന്ന മിനിസ്റ്ററോ പ്രൈം മിനിസ്റ്ററോ അല്ല. രാഹുൽ ഗാന്ധി പാർലമെന്റിലെ മെമ്പറാണ് അല്ലേ? അദ്ദേഹത്തിൻ്റെ സ്റ്റേച്ചറാണ് അതർ സൈഡിൽ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ അധികാരപരിധികൾ, ഒരു MP യുടെ അധികാരപരിധി അദ്ദേഹത്തിന് കിട്ടുകയുള്ളൂ. ഈ രണ്ട് സംസ്ഥാനങ്ങളെ തമ്മിൽ ബാധിക്കുന്ന വിഷയത്തിനകത്ത് അൾട്ടിമേറ്റ് അതോറിറ്റി ആരുടേതാണ്? ഒന്നുകിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടേത്, അതല്ല എങ്കിൽ ബഹുമാനപ്പെട്ട കേന്ദ്ര സർക്കാരിൻ്റേത്. രാഹുൽ ഗാന്ധി ആ വിഷയത്തിനകത്ത് ഇടപെട്ടിട്ടില്ലേ? അദ്ദേഹം നടത്തിയിട്ടുള്ള പാർലമെൻ്ററി ഇൻ്റർഫിയറൻസ് ഉണ്ടല്ലോ. ഒരു മെമ്പർ ഓഫ് പാർലമെൻറ്റ് എന്ന നിലയിൽ അദ്ദേഹത്തിന് ചെയ്യുവാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹം ആ മണ്ഡലത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. വളരെ എഫക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഓഫീസ് അദ്ദേഹത്തിനുണ്ട്. വയനാട്ടിൽ തന്നെ, വയനാട് പാർലമെൻറ്റിൽ തന്നെ 2 ഓഫീസുകൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഓഫീസുകളുണ്ട്. അപ്പോൾ ആ തരത്തിൽ രാഹുൽ ഗാന്ധിയെ എല്ലാ ദിവസവും നമ്മൾ കാണണമെന്നൊന്നും വയനാടുകാർ വോട്ട് ചെയ്തപ്പോൾ പോലും ആഗ്രഹിച്ചിട്ടില്ല. ഇതിപ്പോൾ തെരഞ്ഞെടുപ്പ് എടുത്തപ്പോഴത്തേന് CPMൻ്റെ അല്പബുദ്ധികളായ ചില ആളുകൾ നടത്തുന്ന ചില പ്രചരണങ്ങൾ, ആ പ്രചരണങ്ങളെല്ലാം നമ്മൾ ആ തലത്തിൽ തന്നെ നിസ്സാരമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ വരികയാണല്ലോ. അപ്പം ഞാനും താങ്കളും ഇങ്ങനെ ഇരുന്ന് ചർച്ച ചെയ്യണ്ടല്ലോ. നമുക്കിപ്പോൾ തെരഞ്ഞെടുപ്പിൽ കാണാം വയനാടുകാർ ആഗ്രഹിക്കുന്നുണ്ടോ? അപ്പോൾ രാഹുൽ ഗാന്ധി വീണ്ടും വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു വരുമ്പോഴെങ്കിലും നിങ്ങൾ സമ്മതിക്കുമല്ലോ രാഹുൽ ഗാന്ധിയെ വയനാടുകാർ ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ടെന്ന്. അങ്ങനെയുള്ളൊരു നേതാവാണെങ്കിൽ എന്തിന് കേരളത്തിൽ, ഉത്തരേന്ത്യയിൽ എത്ര മണ്ഡലങ്ങളുണ്ട്, എന്തുകൊണ്ട് ആത്മവിശ്വാസം ഇല്ലാത്തത്? അല്ല, ആത്മവിശ്വാസത്തിൻ്റെ അല്ലോ, അദ്ദേഹത്തിൻ്റെ ചോയ്സ് അല്ലേ. ഇപ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ എവിടെ വേണമെങ്കിലും അദ്ദേഹത്തിന് മത്സരിച്ചൂടെ? അദ്ദേഹം കഴിഞ്ഞ തവണ ഉത്തർപ്രദേശിൽ മത്സരിച്ചിരുന്നു. അവിടെ പരാജയപ്പെട്ടതിൻ്റെ കാരണം അറിയാമല്ലോ. എല്ലാ ആളുകളും കൂടെ ഇറങ്ങി നിന്നിട്ട് നടത്തിയിട്ടുള്ള പ്രചരണങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. അല്ല, ആ പേടിയുടെ അല്ലല്ലോ ഞാൻ ചോദിക്കുന്നത്. ഇന്ത്യയിലൊരു മണ്ഡലമല്ലേ വയനാട്? ഇന്ത്യയിൽ രാഹുൽ ഗാന്ധിക്ക് അയിത്തമുള്ള മണ്ഡലമൊന്നും അല്ലല്ലോ വയനാട്. ഇന്ത്യയിൽ ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസികളിൽ രാഹുൽ ഗാന്ധിക്ക് അദ്ദേഹത്തിന് കോൺഫിഡൻസ് ഉള്ള മണ്ഡലത്തിൽ അദ്ദേഹം മത്സരിക്കുന്നത് തെറ്റുള്ളത്? അദ്ദേഹത്തിന് ഏറ്റവും അധികം കോൺഫിഡൻസ് ഉള്ള മണ്ഡലം ഏതാണോ അത് വയനാടാണോ? അവിടെ അദ്ദേഹം മത്സരിക്കട്ടെ. അതിനകത്ത് എന്താ തെറ്റുള്ളത്? സംസ്ഥാനത്തേക്ക് വന്നാൽ നിലവിലൊരു സാഹചര്യം, അതായത് യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള യുവജന സംഘടനകൾ, അത് KSU ആയാലും വലിയ രീതിയിൽ സർക്കാരിനെതിരെ പ്രക്ഷോഭം നടത്താൻ തുനിഞ്ഞിറങ്ങുന്നു. പക്ഷെ അതിനെ വളരെ മൃഗീയമായ രീതിയിൽ സർക്കാർ അടിച്ചമർത്തുന്നുണ്ട്. വളരെ വലിയ കേസുകൾ, അതായത് ജാമ്യം പോലും കിട്ടി പുറത്തിറങ്ങണമെന്ന് വിചാരിക്കുന്ന തരത്തിലുള്ള കേസുകൾ ചുമത്തി പിടിച്ച് അകത്തിടുന്നുണ്ട്. ഇപ്പം രാഹുൽ മാങ്കൂട്ടം പോലും അത്തരത്തിൽ ഒരു ജയിൽവാസത്തിൻ്റെ ഇരയാണ്. അപ്പം ഇങ്ങനെ ഒരു സർക്കാർ അത് എല്ലാതരം പ്രതിഷേധങ്ങളെയും എല്ലാ സ്ഥലത്തു നിന്നുള്ള പ്രതിഷേധങ്ങളെയും അടിച്ചമർത്താനായിട്ട് തുനിഞ്ഞിറങ്ങിത്തിരിക്കുന്നതിന് എങ്ങനെ കാണുന്നു? അത് ആദ്യത്തെ ചോദ്യം. ഇത്തരം കേസും ഇത്തരം നടപടികൾ അത് മൃഗീയമായി തല്ലിച്ചതയ്ക്കുന്നതും കേസെടുക്കുന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സമരവീര്യത്തെ കെടുത്തുന്നുണ്ടോ? ഒരിക്കലും ഇല്ലല്ലോ, സമരവീര്യത്തെ കെടുത്തുന്നില്ലല്ലോ. ഞങ്ങൾ ഇപ്പം ഏറ്റവും അധികം അക്രമങ്ങൾ ഉണ്ടായത് നവകേരള സദസ്സിനെതിരായിട്ടുള്ള സമരങ്ങളാണ്. അതിൽ
കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ വിജയനുള്ള ഏറ്റവും വലിയ അമർഷവും അയാളൊരു വലിയ PR എക്സൈസുമായിട്ടൊരു ബസ് കൂട്ടിക്കൊണ്ട് വന്നപ്പോൾ അതിനെ തവിട് പൊടിയാക്കി കേരളത്തിലെ യൂത്ത് കോൺഗ്രസ്. അദ്ദേഹം ഒരു വലിയ PR എക്സൈസാണ് ഉദ്ദേശിച്ചത്, പക്ഷേ തകർത്ത് കളഞ്ഞില്ലേ. അതിൻ്റെ പിന്നീട് നിങ്ങൾ ചർച്ച ചെയ്തത് എന്താണ്? അല്ലെങ്കിൽ എന്തായിരുന്നു ചർച്ച ചെയ്യപ്പെടുന്നത്? ശ്രീ വിജയൻ കൈപൊക്കി കാണിച്ചു, ശ്രീ വിജയൻ ഇത് കൂട്ടി കഴിക്കുന്നു, ശ്രീ വിജയൻ്റെ ബസ്സിൻ്റെ ടയർ കണ്ടില്ലേ ഉരുളുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതിഭാവുകത്വം നിറഞ്ഞ കാൽപ്പനിക ചർച്ചകൾക്കപ്പുറം ഹാർഡ് കോർ റിയൽ ഇഷ്യൂസിലേക്ക് ചർച്ചയെ ഡൈവേർട്ട് ചെയ്തത് യൂത്ത് കോൺഗ്രസ് അല്ലേ? ഞങ്ങൾ ആദ്യം സമരം ചെയ്യുന്ന സ്ഥലം ഏതാ? കല്യാശ്ശേരി. എന്താ കല്യാശ്ശേരിയുടെ പ്രത്യേകത? CPM പാർട്ടി ഗ്രാമങ്ങളുള്ള സ്ഥലം. CPM ചിഹ്നത്തിൽ ഒരാൾ മത്സരിച്ചാൽ പോലും ജയിക്കുമെന്ന് അവർക്ക് ആത്മവിശ്വാസമുള്ളൊരു സ്ഥലത്ത് ആ നവകേരള സദസ്സ് പിരിഞ്ഞു വരുമ്പോഴല്ലേ ഞങ്ങൾ സമരം നടത്തിയത്. അതിനുശേഷം അവിടെ അത്ര ക്രൂരമായ അക്രമം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത ജില്ലയിൽ സമരം നടത്താതിരുന്നു. കല്യാശ്ശേരിയിൽ വെച്ചിട്ട് കരുതൽ തടങ്ങളിൽ ഞങ്ങളുടെ സഹപ്രവർത്തകരെ വെച്ചപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ പ്രഖ്യാപിച്ചതാണ്, ഈ നവകേരള ബസ് ആ ആഡംബര അടിയന്തരാവസ്ഥ യൂത്ത് കോൺഗ്രസിൻ്റെ കരിങ്കൊടി പ്രതിഷേധങ്ങളില്ലാതെ കേരളത്തിൽ ഒരു അസംബ്ലിയും താണ്ടി പോകില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വാക്ക് പാലിച്ചു. അപ്പോൾ ഞങ്ങൾക്കറിയില്ലേ പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള അക്രമം ഉണ്ടാകുന്നു. അപ്പോൾ അക്രമങ്ങൾ സമരത്തിൻ്റെ ഊർജ്ജത്തെ കെടുത്തുകളെ, സമരത്തെ കൂടുതൽ ഊതിക്കാച്ചെടുക്കുകയാണ് ചെയ്യുക, കൂടുതൽ ശക്തമാക്കുക ചെയ്തത്. അതുപോലെ ശക്തമായി ഞങ്ങൾ സമരം ചെയ്തു. കേസുകൾ ആർക്ക് പേടി? കേസിന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, 100 കേസാകുമ്പോൾ പറഞ്ഞാൽ മതി, മാറ്റി ഉയർത്തി കാണിക്കുക എന്ന് പറഞ്ഞല്ലോ. ഞങ്ങൾക്ക് കേസിനോട് ആശങ്കയൊന്നുമില്ല. ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി, കേരളത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത്, നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സമരം ചെയ്യുന്നത്. ആ സമരം ചെയ്യുമ്പോൾ കേസുകൾ ഉണ്ടാകുമെന്ന് ഞങ്ങൾക്കറിയാം. ആ കേസുകൾ എടുക്കുന്ന രീതിയോട് ജനാധിപത്യ വിരുദ്ധമാണെങ്കിൽ ഞങ്ങൾ അതിനോട് പ്രതിഷേധിക്കും. കേരളീയ പൊതുസമൂഹം അങ്ങനെ ചിന്തിക്കുന്നുണ്ടല്ലോ, സർക്കാർ ചെയ്യുന്നത് ഫാഷിസ്റ്റ് പ്രവണതയാണ് എന്ന്. ഈ കോഴിക്കോട്ടല്ലേ ശ്രീ MT വാസുദേവൻ നായർ അദ്ദേഹത്തിന് പറയുവാൻ കഴിയുന്ന ഏറ്റവും മാന്യമായ രാഷ്ട്രീയം അദ്ദേഹം പറഞ്ഞത്? ഇതേ കോഴിക്കോട്ടല്ലേ ശ്രീ സച്ചിദാനന്ദൻ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം പറഞ്ഞത്? അപ്പം അങ്ങനെ ആളുകൾ പറയുന്നുണ്ട്, സാഹിത്യകാരന്മാർ. MT പോലൊരാൾ എത്ര കാലമായി ശ്രീ MT വാസുദേവൻ നായർ രാഷ്ട്രീയം സംസാരിച്ചിട്ട്, രാഷ്ട്രീയം സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായി. ആ ഭൗതിക സാഹചര്യം ഉണ്ടാക്കുന്നതിനകത്ത് ഞങ്ങളുടെ പങ്ക് ചെറുതല്ല, ഞങ്ങളുടെ സമരങ്ങളുടെ പങ്ക് ചെറുതല്ല. അതുകൊണ്ട് എത്ര അടിച്ചമർത്താൻ നോക്കിയാലും സമരങ്ങളുടെ പ്രത്യേകത അതല്ലേ. സമരങ്ങളുടെ പ്രത്യേകത എന്താണ്? അടിച്ചമർത്താൻ നോക്കുന്നപോലും സ്റ്റാലിനെ കൊണ്ട് പറ്റിയിട്ടില്ല അല്ലേ? സ്റ്റാലിനെ കൊണ്ട് പറ്റാത്ത കാര്യമാണോ സ്റ്റാലിനിസ്റ്റായ വിജയം വിചാരിച്ചാൽ പറ്റുക? കഴിയില്ല, അതൊന്നും കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് എത്രയൊക്കെ അടിച്ചമർത്താൻ ശ്രമിച്ചാലും അതിശക്തമായ പ്രതിരോധങ്ങളുണ്ടാകും. അത് ലോകത്തിൻ്റെ തത്വമാണ്. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഉൾപ്പെടെ നിരവധി അഴിമതി ആരോപണങ്ങൾ നിൽക്കുന്ന ഒരു സമയമാണ്. എന്തുകൊണ്ട് ശക്തമായ സമരങ്ങളിലേക്ക് ഇതിനെതിരെ പോകുന്നില്ല? പ്രതിഷേധങ്ങളും സമരങ്ങളും എല്ലാം നടക്കുന്നുണ്ടല്ലോ, കോടതി വ്യവഹാരങ്ങൾ നടക്കുന്നുണ്ടല്ലോ. നിയമസഭയിൽ എങ്ങനെയാണ് വിവരങ്ങൾ നിങ്ങൾ അറിയുന്നത്? എങ്ങനെയാണ് വിവരങ്ങൾ അറിയുന്നത്? കോൺഗ്രസ് നടത്തുന്ന ഇടപെടലുകളുടെ ഭാഗമായിട്ടല്ലേ വിവരങ്ങൾ പറയുന്നത്. അല്ലാതെ ഈ നാട്ടിലെ ആരോ ഇപ്പം മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ മകളോ നേരിട്ട് വന്ന് പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞ വിവരങ്ങളല്ലല്ലോ. ഞങ്ങൾ നടത്തിയ ഇടപെടലുകൾ, ഞങ്ങൾ നടത്തുന്ന കോടതി വ്യവഹാരങ്ങൾ, ഇതിലൂടെ വരുന്ന വാർത്തകളാണ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഞങ്ങളുടെ വിജയമുണ്ട്. പിന്നെ മുഖ്യമന്ത്രി മടിയിൽ കനവില്ലെന്ന് പറഞ്ഞിട്ട് ആ ചങ്ങാതിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. അമ്മാതിരി വെയിറ്റാണ് മടിയിലിരിക്കുന്നത്. അമ്മാതിരി അഴിമതിയുടെ വിഴുപ്പ് മടിയിൽ വെച്ചിട്ടാണ് ഈ ചങ്ങാതി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൈകൾ ശുദ്ധമാണെന്ന് പറഞ്ഞിട്ട് കൈ മുഴുവൻ അഴുക്കുക, മുഴുവൻ അഴിമതിയുടെ കറയാണ്. മുഖ്യമന്ത്രിയുടെ മാത്രമല്ല, കുടുംബത്തിൻ്റെയും. ഇങ്ങനെ പല മന്ത്രിമാരും പല ഭരണാധികാരികളെ പറ്റിയിട്ടുമൊക്കെ പല ആക്ഷേപങ്ങളും ആരോപണങ്ങളും കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരു കുടുംബം തന്നെ ഇങ്ങനെ ഡ്യൂബിയസ് ആയിട്ട് പ്രവർത്തിക്കുക, ഒരു കുടുംബം തന്നെ ഇങ്ങനെ എപ്പോഴും ഷെയ്ഡി ആയിട്ട് നിൽക്കുക, അങ്ങനെ കേരളത്തിൽ ഏതെങ്കിലും ഒരു ഭരണാധികാരിയുടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഏതെങ്കിലും ഒരു ഭരണാധികാരിയുടെ ജീവിതത്തിൽ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടുണ്ടോ? ഒരു കുടുംബം മുഴുവൻ ആളുകളുടെ മുന്നിൽ ഇങ്ങനെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിൽക്കുന്ന ഒരു സാഹചര്യം ഇതിനു മുൻപുണ്ടായിട്ടില്ല. അങ്ങനൊരു കുടുംബം, ആ കുടുംബത്തിൻ്റെ ബാധ്യത മുഴുവൻ ഇന്ന് ആ പാർട്ടിക്ക് പേറേണ്ടി വരികയാണ്. ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്നത് മാറ്റിയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് തൈക്കണ്ടിയിൽ എന്നാക്കി മാറ്റിയിരിക്കുകയാണ്. തൈക്കണ്ടിയിൽ ഫാമിലിയുടെ ഫാൻസ് അസോസിയേഷനായി ഓരോ നേതാക്കന്മാരും അധപ്പതിക്കുന്ന കാഴ്ചയാണ് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനെതിരായിട്ടൊക്കെ ജനങ്ങളുടെ വികാരം ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലടക്കം റിഫ്ലക്റ്റ് ചെയ്യപ്പെടും. സർക്കാർ സൂപ്പർ ആക്റ്റീവായി കൊള്ളരുതായ്മകൾ ചെയ്യുകയാണ്. ആ തരത്തിൽ കുറ്റമറ്റ രീതിയിൽ സൂപ്പർ ആക്റ്റീവാണ് ഞങ്ങളെന്നുള്ള അഭിപ്രായം എനിക്കില്ല. അതിനകത്ത് ചില വിമർശനങ്ങൾ എനിക്കുമുണ്ട്. ആ പോരായ്മകൾ പരിഹരിക്കും. കാരണം അത് ഞങ്ങളുടെ എന്തോ കഴിവുകേടുകൊണ്ടല്ല, ഇവർ കൊള്ളരുതായ്മകൾ കാണിക്കാൻ അഗ്രഗണ്യരായതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നമാണ്. അത് ഞങ്ങളുടെ മാത്രം പോരായ്മയൊന്നുമില്ല. കഴിഞ്ഞ കാലഘട്ടത്തിലെ പ്രതിപക്ഷങ്ങൾക്കൊന്നും അഭിമുഖീകരിക്കേണ്ടി വരാത്തൊരു പ്രശ്നമാണിത്. ഒരു ദിവസം തന്നെ ഒത്തിരി വിഷയങ്ങൾ, താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് വിഷയങ്ങൾ, ആ വിഷയങ്ങളിൽ ആവശ്യമായിട്ടുള്ള തിരുത്തലുകൾ വരുത്താനും റിവൈസ് ചെയ്യാനും ഞങ്ങളെ തന്നെ കറക്റ്റ് ചെയ്യാനൊക്കെ ഞങ്ങൾ തരാം. ഞങ്ങളിതിൻ്റെ അൾട്ടിമേറ്റമാണ്, പെർഫെക്ഷൻ്റെ അൾട്ടിമേറ്റമാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. അതിനകത്ത് മാറ്റങ്ങൾ വരുത്തും. പക്ഷേ ഞങ്ങൾ ഈ വിഷയങ്ങളെല്ലാം അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ഈ ഇലക്ഷനിൽ
നിലവിൽ പ്രതിപക്ഷം ചെയ്ത പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെ 20 സീറ്റും ജയിക്കും. ഒരു തർക്കവും വേണം. വലിയ ആത്മവിശ്വാസമുണ്ട്. വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജയിക്കും. അതിനകത്തും ആത്മവിശ്വാസക്കുറവൊന്നുമില്ല. പക്ഷേ സംഘടനാപരമായി കുറേ കൂടി കരുത്താർജിക്കേണ്ടിയിരിക്കുന്നു. കാലഘട്ടത്തിനനുസൃതമായ രീതിയിൽ കുറേ കൂടി കരുത്താർജിക്കേണ്ടിയിരിക്കുന്നു. ആ സംഘടനാപരമായ കാര്യമാണ്. അതിനകത്ത് മാറ്റങ്ങൾ വരുത്തും, ഉറപ്പായിട്ട് മാറ്റങ്ങൾ വരുത്തും. 20 സീറ്റ് അതിൻ്റെ ഒരു ഉറച്ച വിശ്വാസത്തിലാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനുള്ളത്. എല്ലാ ഭാവങ്ങളും. താങ്ക് യു.